അൽഹംദുലില്ലാ നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു വമൻ യുദ്ലിൽ ഫലാ ഹാദിയ ലഹു വനശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വനശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അർസലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹീമ ഇന്നക ഹമീദും മജീദ്. അമ്മാ ബഅദു ഫഇന്ന ഖൈറൽ ഹദീസ് കിതാബുല്ലാഹ് വഖൈറൽ ഹദീ ഹദീ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വശറൽ ഉമൂരി മുഹ്ദസാതുഹാ വകുല്ല മുഹ്ദസത്തിൻ ബിദ്അ വകുല്ല ബിദ്അത്തിൻ ളലാല. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹൻ നബിയ്യു ഇന്നാ അർസൽനാക ഷാഹിദൻ വമുബശ്ശിറൻ വനദീറ വദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി വസിറാജൻ മുനീറ. ബഹുമാന്യ അതിഥികളെ, ബഹുമാന്യരായ ഭാരവാഹികളെ, എൻ്റെ പ്രിയം നിറഞ്ഞ ഉപ്പമാരെ, ഉമ്മമാരെ, ജ്യേഷ്ഠ സഹോദരന്മാരെ, ജ്യേഷ്ഠ സഹോദരിമാരെ, പ്രിയം നിറഞ്ഞ കുട്ടികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പരമകാരുണികനും കരുണാവാരിധിയുമായ അള്ളാഹുവിൻ്റെ രക്ഷാ സമാധാനം നമുക്കെല്ലാവർക്കും ഉണ്ടാവട്ടെ, ആമീൻ എന്ന് പ്രാർത്ഥിക്കുകയാണ്. 1.25 മണിക്കൂർ സമയം നടക്കുന്ന വിജ്ഞാനവേദി, അറിവ് പകരുക, പകർന്നു കൊടുക്കുക, പരസ്പരം അത് പ്രവർത്തനത്തിൽ ശ്രദ്ധിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടെ നടത്തുന്ന ഒരു ക്ലാസ്. അത് കൂടുതൽ പരത്തി പറഞ്ഞ് നിങ്ങളെ മടുപ്പിക്കേണ്ടുന്ന ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് ഖുർആനിലെയും ഹദീസിലെയും പ്രമാണബദ്ധമായ കാര്യങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ ധന്യമായ അല്പസന്ദർഭങ്ങളെ പരിചയപ്പെടുത്തുക എന്നത് മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. വിനയാന്വിതമായ ഒരു സമൂഹത്തിൽ എന്തുകൊണ്ടും ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയുമൊക്കെ പലതരത്തിലുള്ള പ്രത്യക്ഷ വെറുപ്പുകളുണ്ടെങ്കിലും പരോക്ഷമായ സ്നേഹം അത് ഇസ്ലാമിനോടുണ്ട്. അതുകൊണ്ട് തന്നെ പല രാജ്യങ്ങളിലും ഇസ്ലാം പുൽകുവാനും ആകർഷരാകുവാനുമൊക്കെ ആളുകൾ വളരെയധികം തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയുള്ള ഒരു സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചര്യ കൊണ്ട് അടുത്തറിഞ്ഞുകൊണ്ട് സ്നേഹിക്കുവാൻ കേരളീയ സമൂഹത്തിൽ വലിയ മാറ്റം അതിൻ്റെ പേരിലുണ്ട്. പലതരത്തിലുള്ള തെറ്റിദ്ധാരണ ഉളവാക്കുന്ന കള്ളക്കച്ചവടങ്ങളുമൊക്കെ ജനം തന്നെ ഉള്ളിൽ നിന്ന് തന്നെ പുറമേ നിന്ന് തിരിച്ചറിയുന്നതിനേക്കാൾ കൂടുതൽ അത് തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം എല്ലാ നല്ല കാര്യങ്ങൾക്കുമുള്ള ഒരു മാതൃകയാണ്, സാക്ഷിയാണ്. മുബശ്ശിറൻ, ഒരു സന്തോഷ വാർത്ത അറിയിക്കുന്നയാളാണ്. നല്ലതു ചെയ്താൽ, കുറേ കാലമായി ഞാൻ നല്ലത് ചെയ്യുന്നു, എന്നിട്ടെനിക്കൊരു മെച്ചവും ഉണ്ടായില്ല, നമ്മളാരും അത് പറയാറില്ല. കാരണം അതിലൊരർത്ഥമില്ല. കുറേ കാലം നല്ലത് ചെയ്താൽ ഇവിടെ വെച്ച് നിങ്ങൾക്കെല്ലാം തരാം എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ദീനിൻ്റെ കുറ്റമല്ല. നമുക്കൊരു പരീക്ഷണത്തിൻ്റെ ആലയത്തിലേക്ക് അള്ളാഹു പറഞ്ഞയച്ചിരിക്കുകയാണ്. അതിലുണ്ടാകുന്ന വിഷമങ്ങളെ ഞാനും നിങ്ങളുമൊക്കെ അത് സഹിക്കുക. അതുകൊണ്ടാണല്ലോ എല്ലാം സഹിച്ച് ജീവിച്ച ആളുകളെ പ്രവാചകന്മാരായി അള്ളാഹു സുബ്ഹാനഹു വ തആല അയച്ചത്. അതുകൊണ്ടെല്ലാം ഉണ്ടാകും, പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും. അവയൊക്കെ സഹിക്കാൻ മനുഷ്യൻ എന്ത് ചെയ്യണം? തയ്യാറാകണം. അള്ളാഹു മറ്റു ജീവികൾക്കൊക്കെ കൊടുത്ത സ്നേഹം അവ പൂർണ്ണമായി ഉപയോഗപ്പെടുത്തുക.
നമ്മൾ ആ സ്നേഹമൊന്നും ഉപയോഗപ്പെടുത്താതെ ചില കാപട്യ രൂപത്തിൽ അത് മാറ്റുമ്പോഴാണ് നമ്മൾക്ക് പരീക്ഷണം ഉണ്ടാകുന്നത്. നമ്മൾ കേട്ടാൽ തോന്നുക നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു 3 മാസം മുടിക്കച്ചവടവുമായി നടന്ന് പിന്നെ അതിൻ്റെ കാപട്യം ജനം തിരിച്ചറിഞ്ഞപ്പോൾ പ്രവാചകൻ ഒരു പാത്രക്കച്ചവടം തുടങ്ങുകയായിരുന്നു എന്ന് പത്രം വായിച്ചാൽ ചിലപ്പോൾ നമുക്ക് തോന്നിപ്പോകും. അങ്ങനെയുള്ള ആളായിരുന്നില്ലല്ലോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. വ്യാജമുടിയല്ല, പ്രവാചകന് ഒറിജിനൽ മുടി തന്നെ ഉണ്ടായിരുന്നു. മാർക്കറ്റിൽ അതിനു വേണ്ടി ഒരു ഷോപ്പൊന്നും തുടങ്ങിയിട്ടില്ല. പിന്നെ എന്തിനായിരുന്നു? അതാണ് നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഒരുപാട് സന്ദർഭങ്ങൾ കടന്നു വരുമ്പോൾ നമുക്ക് ഉടനെ നമ്മുടെ തലച്ചോറ് കൊണ്ട് ചിന്തിക്കാൻ അങ്ങനെയാണ് പ്രവാചകൻ ഈ സമയത്ത് ചെയ്തത് എന്ന് എല്ലാവർക്കും ലോകത്ത് വരുന്ന എല്ലാ സന്ദർഭങ്ങളിലും തുല്യമായ സന്ദർഭങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അവ പലതും നമ്മൾ കേട്ടതാണെങ്കിലും ഒരു പഠന സദസ്സ് എന്ന നിലക്ക് എല്ലാവർക്കും വേണ്ടി അത് ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. പുതുതായി ഒന്നും പറയാനില്ല. വദാഇയൻ ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് ക്ഷണിക്കുക കൂടി ചെയ്തു എന്നതാണ്. നമ്മളൊക്കെ അള്ളാഹുവിലേക്കാണ് ക്ഷണിക്കുന്നത്. മുജാഹിദു പ്രസ്ഥാനത്തിലേക്ക് ആളുകളെ ക്ഷണിക്കുക എന്നല്ല നമ്മൾ ലക്ഷ്യം വെക്കാറുണ്ട്. അള്ളാഹുവിലേക്ക് ക്ഷണിക്കുക, അതിനുള്ളൊരു മാർഗമാണ് മുജാഹിദ് പ്രസ്ഥാനം. അതിൽ നമുക്ക് ആ പ്രബോധന പ്രവർത്തനത്തിൽ നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നമ്മൾക്ക് ഭാഗവാക്കാകാം. അത് നമുക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. അപ്പോൾ അള്ളാഹുവിലേക്ക് ആളുകളെ ക്ഷണിക്കുക, ഇലല്ലാഹി ബിഇദ്നിഹി, അള്ളാഹുവിൻ്റെ അനുവാദത്തോടു കൂടെ എന്ന് പറയുമ്പോൾ റബ്ബ് കൽപ്പിച്ചിട്ടുള്ള കാര്യങ്ങളെ പറഞ്ഞു കൊടുത്തുകൊണ്ട് ആളുകളെ ക്ഷണിക്കുക. റബ്ബ് പറഞ്ഞു കൊടുത്ത കാര്യം പറഞ്ഞു കൊടുത്താൽ ആളുകൾ വരൂല, അതുകൊണ്ട് നമുക്കിഷ്ടമുള്ളത് പറയാം എന്ന് നമ്മൾ ആരും വിചാരിക്കാറില്ല. കാരണം അതിലൊരർത്ഥവും ഇല്ല. വസിറാജം മുനീറ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു വിളക്കായിരുന്നു, വെളിച്ചമായിരുന്നു. മറ്റൊന്നിൽ നിന്ന് പ്രഭ കൊണ്ട് ജ്വലിക്കുന്ന, പ്രതിബിംബം കൊണ്ട് അതിൻ്റെ പ്രഭ കൊണ്ട് തിളക്കമുള്ള ഒരു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിൽ നിന്നുള്ള ദിവ്യ സന്ദേശം കൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധന പ്രവർത്തനത്തിൻ്റെ മാർഗം മുന്നിൽ തെളിയുന്നത്. അപ്പോൾ അത് വഴിപ്പെട്ടുകൊണ്ട് തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും പ്രവാചകൻ്റെ അഭിപ്രായം ഒരിടത്തും പറഞ്ഞിട്ടില്ല. വമാ യൻതിഖു അനിൽ ഹവ ഇൻ ഹുവ ഇല്ലാ വഹയ്യുൻ യൂഹ, അള്ളാഹുവിൽ നിന്ന് ലഭിക്കുന്ന ദിവ്യബോധനത്തിൻ്റെ അടിസ്ഥാനത്തിലായിട്ടല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും സ്വന്തം ഇച്ഛപ്രകാരം സംസാരിച്ചിട്ടില്ലായിരുന്നു. അതുകൊണ്ട് പ്രവാചകൻ എന്തായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറഞ്ഞത്? കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഹ്സനുന്നാസി ഖുലുഖ, ജനങ്ങളിൽ സ്വഭാവം കൊണ്ട് ഏറ്റവും നല്ല ധന്യനായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. അപ്പോൾ നമ്മളുടെയൊക്കെ വ്യക്തിത്വം സ്വഭാവം, ആ സ്വഭാവം, സ്വന്തം ഭാവം, അതാണ് സ്വഭാവം. പലപ്പോഴും അത് ഇടുത്തി പോലെ ആവാറുണ്ട്, ചിലപ്പോൾ തീപ്പൊരി പോലെ ആവാറുണ്ട്, ചിലപ്പോൾ പൂത്തിരി പോലെ ആവാറുണ്ട്, ചിലപ്പോൾ അത് കനലായി നിൽക്കാറുണ്ട്, ചിലപ്പോഴത് പൊട്ടിത്തെറിക്കാറുണ്ട്. ഇതൊക്കെ നമ്മളിൽ ഉണ്ടാകുന്നു. പക്ഷേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്കൃഷ്ടമായ സ്വഭാവത്തിൻ്റെ ഉടമയായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിളിക്കപ്പെടുന്നത് അഷ്റഫുൽ ഖൽഖ് എന്നാണ്, സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠൻ. അത് ജന്മം കൊണ്ടോ തറവാട് കൊണ്ടോ അല്ല, ജീവിതം കൊണ്ടാണ്. ജീവിതത്തിലെ ധന്യമായ പെരുമാറ്റങ്ങളെ കൊണ്ടും വിശ്വാസം കൊണ്ടും കർമ്മം കൊണ്ടുമാണ്, അല്ലേ? അതുകൊണ്ട് നമ്മൾ അത് മനസ്സിലാക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഖുർആൻ പറഞ്ഞത് വ ഇന്നക ലഅലാ ഖുലുഖിൻ അലീം. ഞാൻ വേഗം പറയുന്നത് നിങ്ങൾ ഉത്ബുദ്ധമായൊരു സദസ്സായതുകൊണ്ടാണ്. വ ഇന്നക ലഅലാ ഖുലുഖിൻ അലീം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവത്തെക്കുറിച്ച് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. പ്രവാചകരെ, നിങ്ങൾ ഉത്തമ സ്വഭാവത്തിൻ്റെ ഉടമയാണ്. ഈ ആയത്ത് അവതരിക്കപ്പെടാൻ ഒരു കാരണമുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിക്കപ്പെടുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നല്ല സ്വഭാവക്കാരനാണല്ലോ, എന്താണ് പ്രവാചകൻ്റെ സ്വഭാവത്തിൻ്റെ ധന്യത? മാ കാന അഹദു അഹ്സനു ഖുലുഖൻ മിൻ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മാ ദഅഅ അഹദുൻ മിൻ അസ്ഹാബിഹി വലാ മിൻ അഹ്ലി ബൈത്തിഹി ഇല്ലാ ഖാല ലബ്ബൈക്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂട്ടത്തിൽ നിന്നോ കുടുംബത്തിൽ നിന്നോ കൂട്ടുകാരിൽ നിന്നോ ആരെങ്കിലും പ്രവാചകരെ വിളിച്ചാൽ ഇതാ ഞാൻ വന്നിരിക്കുന്നു എന്ന് പറയാത്ത ഒരു നിമിഷം ഉണ്ടാവാറില്ല. നോക്കൂ നിങ്ങൾ, ചിലപ്പോൾ കുടുംബത്തിൽ നിന്ന് വിളിക്കും, കാക്ക ഒന്നും കൊണ്ട് വരി,
അല്ലേ? ചിലപ്പോൾ കൂട്ടുകാർ വിളിക്കും, ഒന്നും കൂടി വരിക, ഒരു കാര്യം പറയണം. അപ്പോഴൊക്കെ പ്രവാചകൻ അടുത്ത വാക്ക് പറയുക ലബ്ബൈക്ക്, ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അള്ളാഹുവെ നിൻ്റെ വിളിക്കുത്തരം നൽകി ഞാൻ വന്നിരിക്കുന്നു എന്നാണ്. ഒരു വ്യക്തി വിളിക്കുമ്പോൾ പ്രവാചകൻ ലബ്ബൈക്ക, നിൻ്റെ വിളി, നീ എന്നെ വിളിച്ചില്ലേ, ഇതാ ഞാൻ വന്നിട്ടുണ്ട്, എന്താണെന്ന് എനിക്ക് പറയാനുള്ളത്. നമ്മൾ പലപ്പോഴും നമ്മളെ ഒരാളൊരു സീറ്റിൽ ഇരുന്നിട്ട് ഇങ്ങോട്ട് വിളിക്കണത് എന്തോ ഒരു മാനക്കേടായിട്ടൊക്കെയാണ് കാണുക. പക്ഷേ പ്രവാചകൻ ഒരു മേന്മയായിട്ടാണ് കണ്ടിരുന്നത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലമയുടെ ശ്രേഷ്ഠത, ആര് വിളിച്ചാലും എപ്പോൾ എവിടെ നിന്ന് ഇങ്ങനെ വിളിച്ചു കഴിഞ്ഞാലും ഇതാ ഞാൻ വന്നിരിക്കുന്നു എന്ന് എല്ലാവരെയും, ആളെയൊന്നും നോക്കാതെ, അവരുടെ ഗോത്രം നോക്കാതെ, അവരുടെ സമ്പത്തൊന്നും നോക്കാതെ, പ്രവാചകൻ കുട്ടി വിളിച്ചാലും വലിയവർ വിളിച്ചാലും മുഹമ്മദ് നബിയെ ഒന്നും കൂടെ വരി എന്ന് പറഞ്ഞാൽ പ്രവാചകൻ വേഗം അതിൻ്റെ അടുത്തേക്ക് ചെല്ലും. അങ്ങനെ ലബ്ബൈക്ക് ഉത്തരം നൽകും. ഫലിദാലിക അൻസലല്ലാഹു അല്ലായ, അപ്പോഴാണ് അള്ളാഹു ആയത്തിറക്കിയത് വഇന്നക ലഅലാ ഖുലുഖിൻ അളീം, നീ ഉത്തമ സ്വഭാവത്തിൻ്റെ ഉടമയാണ് എന്ന് ആയത്തിറക്കപ്പെട്ടത് ആ നിമിഷത്തിലാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എപ്പോഴും ഒരു ധന്യനായി നിലനിന്നത് എല്ലാവരാലും ഒരു വിശുദ്ധമായ ഒരു ആശയത്തെ പ്രചരിപ്പിക്കുവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏൽപ്പിച്ചതായ ക്വാളിറ്റി ആളുകളുമായുള്ള ഇടപഴകലായിരുന്നു എന്ന്. അപ്പോൾ ആര് വിളിക്കുന്നു, ആരാണ് നമ്മളോട്, ചിലപ്പോൾ നമ്മുടെ വീട്ടിലെ ഒരു ഖാദിമായിരിക്കും ഒന്നും ഇങ്ങോട്ട് വരൂ എന്ന് പറയുന്നത്, ചിലപ്പോൾ എന്തെങ്കിലും എഴുന്നേക്കാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടാവും, ചിലപ്പോൾ വീണ് കാണും, ഇങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ സമയത്തെ വേഗത്തിൽ അവിടെ എത്തുക നമ്മളെക്കൊണ്ടാവുന്നത്. ചിലപ്പോൾ നമ്മുടെ കുടുംബത്തിലൊക്കെ ആരെങ്കിലുമൊക്കെ നമ്മളെയൊക്കെ ചില നിമിഷങ്ങളിൽ വിളിക്കും, കുട്ടിയൊക്കെ പനി കൂടുകയോ അല്ലെങ്കിൽ പെട്ടെന്നൊരു ആശുപത്രി കേസൊക്കെ വന്നാൽ ഒന്ന് ഇവിടെ വരൂ കേട്ടോ എന്ന് പറയും. അപ്പോൾ നമ്മൾ ഞാൻ വരാം, വൈകുന്നേരം ഒഴിവുണ്ടോ നോക്കട്ടെ, ഞാൻ ചിലപ്പോൾ നേരം കിട്ടും, കലക്ടറേക്കാൾ വലിയ തിരക്കേക്കാർ അപ്പം നമുക്ക്. അപ്പോൾ അതല്ല, നമ്മളെക്കൊണ്ട് കഴിയുമെങ്കിൽ അവിടെ വേഗത്തിൽ എത്തിച്ചേരുക എന്നത് ഒരു സത്യവിശ്വാസിയുടെ സൽസ്വഭാവത്തിൻ്റെ കൂട്ടത്തിൽപ്പെട്ടതായിരുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിശബ്ദതയെ ഇഷ്ടപ്പെട്ടിരുന്ന സന്ദർഭങ്ങളുണ്ട്, പാട്ടിഷ്ടപ്പെട്ടിരുന്നു, അനുഭവത്തെ എങ്ങനെയാണ് പറയുന്നതിനെ ഇഷ്ടപ്പെട്ടു. ജാബിർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്, കാനൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൊവീൽ സുംത്, പ്രവാചകൻ ദീർഘസമയം ചിലപ്പോൾ നിശബ്ദനായി ഇരിക്കാറുണ്ടായിരുന്നു. വകാന അസ്ഹാബുഹു യതനാശിദൂന ശിഅറ ഇൻദഹു, പ്രവാചകൻ്റെ അടുക്കൽ ഇരുന്നു കൊണ്ട് സഹാബികൾ പലരും കവിത ചൊല്ലാറുണ്ടായിരുന്നു. അറബി ബെയ്ത്തുകൾ അല്ലേ, നമ്മളിപ്പോൾ ഒരുപാട് പ്രസംഗങ്ങളിലൊക്കെ ബെയ്ത്തുകളൊക്കെ കേൾക്കാറുണ്ട്. അതൊക്കെ പൂർവ്വകാല പണ്ഡിതരും ഇസ്ലാമിക കവികളും ആപ്തവാക്യങ്ങളെപ്പോലെ കവിത എഴുതിയവരൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള കവിതകളൊക്കെ ചൊല്ലുമായിരുന്നു. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിങ്ങനെ കേട്ട് ഇരിക്കുമായിരുന്നു. വയദ്കുറൂന അശിയാ, അവർ ചില കാര്യങ്ങളെ ഓർമ്മിക്കുകയും ചെയ്യും. മിൻ ഉമൂരിൽ ജാഹിലിയ കാലഘട്ടത്തിൽ അവർക്ക് പറ്റിയ ചില അബദ്ധങ്ങളൊക്കെ പ്രവാചകൻ്റെ അടുത്തിരുന്ന് ഇങ്ങനെ പറയും. പ്രവാചകരെ, ഞങ്ങളൊക്കെ 21 കോൽ ആഴമുള്ള കിണറ്റിൽ അന്ധവിശ്വാസമായിട്ട് കൂടുകയായിരുന്നു, അതിനൊക്കെ ഞങ്ങൾ രക്ഷപ്പെട്ടു വന്നത് നിങ്ങൾ ഈ സത്യവും കൊണ്ട് വന്നിട്ടാണ്. എന്നിട്ടുണ്ടായ അനുഭവങ്ങളൊക്കെ ഏതൊക്കെയാണ് അവർ പറയുക, ഞങ്ങൾ ഈ മരിച്ചാൽ ഒട്ടകപ്പുറത്ത് കയറി ഇരുന്നിട്ട് ഇങ്ങനെ അനൗൺസ് ചെയ്യണ സ്വഭാവമൊക്കെ ഞങ്ങളെ ജാഹിലിയ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. ഇപ്പോഴാണല്ലോ റസൂലെ നിങ്ങളിത് പറഞ്ഞെന്നപ്പോഴാണല്ലോ ഞങ്ങൾ വ്യക്തിപരമായി അറിയിക്കലും പറയലും ഒക്കെ തുടങ്ങിയത്. അങ്ങനെ ഒരുപാട് ജാഹിലിയ കാലഘട്ടത്തെ പല അബദ്ധ അനുഭവങ്ങൾ അവരിങ്ങനെ പങ്കുവെക്കുമായിരുന്നു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് കേട്ടിരിക്കും. യൽഹഖൂന, അവരിതൊക്കെ പാടെ പറഞ്ഞിങ്ങനെ ചിരിക്കും. ഓരോരോ അബദ്ധം നമുക്കൊക്കെ ഉണ്ടാവുമല്ലോ അങ്ങനെ പല കാരണം എന്തറിയോ, ചില സന്ദർഭം ഇപ്പോൾ പയ്യന്നൂരിനടുത്തുള്ള ഒരു സ്ഥലം, കുഞ്ഞിമംഗലം എന്ന് പറഞ്ഞൊരു സ്ഥലം, ആ സ്ഥലത്ത് സമൂഹത്തിലെ എല്ലാവരും അറിവില്ലാത്തവർ എന്നല്ല, വെള്ളിയാഴ്ചയായിരുന്നു മരണം സംഭവിച്ചത്. 11:30 മയ്യത്തെടുത്തു. 11:30 മയ്യത്തെടുത്ത് ഖബറിൻ്റെ അടുത്ത് വന്നു. ഖബറിൻ്റെ അടുത്ത് മയ്യത്ത് കൊണ്ടുവന്ന് മൂടിക്കഴിഞ്ഞപ്പോഴേക്ക് ജുമാൻ്റെ ബാങ്ക് കൊടുത്തു. അത് മൂടിക്കഴിഞ്ഞ തെൽക്കീനോട്ട് ചൊല്ലിയിട്ടില്ല. തെൽക്കീൻ ചെല്ലാത്തതിൻ്റെ മുമ്പ് ജുമാൻ്റെ ബാങ്ക് കൊടുത്തപ്പോൾ ഈ കാല് ഇവിടുന്ന് എല്ലാവരും വിട്ടുപോയാൽ എന്തു ചെയ്യും, മലക്ക് ഉടനെ വരും. അപ്പോൾ ഈ തെൽക്കീൻ പറഞ്ഞു കൊടുക്കണതിൻ്റെ മുമ്പാകുമ്പോൾ ഉത്തരം പറയാൻ കഴിയില്ല. അപ്പോൾ എന്ത് ചെയ്തു, 3 ആളെ കാലൊക്കെ അകറ്റി നിർത്തിച്ചു പോയല്ലോ ഖത്തീബ്, നിങ്ങൾ പോരരുത്, നിങ്ങളെ ജുമ ഇപ്പം എന്തായാലും വേണ്ടില്ല, സംഗതി അയാൾക്ക് മലക്ക് വന്ന് പോയാൽ നമ്മൾ പറഞ്ഞു കൊടുക്കാനുള്ള കഴിയില്ല, അതുകൊണ്ട് 3 ആളെ വരിക്ക് നിർത്തി വെച്ച് പോയി. നിങ്ങൾ ആലോചിച്ച് നോക്കി. അപ്പോൾ സമൂഹത്തിൻ്റെ അജ്ഞത അത് നമ്മൾ എന്തിനാണ് കേൾക്കണത്, ചിരിക്കാനല്ല, മറിച്ച് നമ്മളുടെ സമൂഹത്തിൻ്റെ അറിവില്ലായ്മയുടെ ആഴം എത്ര, അത് നമ്മൾ മനസ്സിലാക്കി നമ്മൾ ഇനി നമ്മുടെ നാട്ടിൽ ഒരു പ്രഭാഷണം സംഘടിപ്പിക്കുമ്പോൾ അത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും അറിവില്ലായ്മയും അത് പരിഹരിക്കുവാൻ. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെയുള്ള കഥകളൊക്കെ കേൾക്കും.
ഫയതബസ്സമു, അപ്പോൾ ഓലക്കിങ്ങനെ ചിരിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുഞ്ചിരിക്കും. എന്താണ്? മഅഹും, അവരോടൊപ്പം. ഇദാ ലഹിഖു, അവർ ചിരിച്ചാൽ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞാൽ പ്രവാചകനാണ് എന്ന് പറഞ്ഞ് എനിക്ക് നിങ്ങളൊപ്പം ഒന്നും ഉണ്ടാവില്ല, ഞാൻ നിങ്ങളൊപ്പം ഒന്നും ഇരിക്കണില്ല എന്നൊന്നും പറഞ്ഞ് അങ്ങനെയല്ലേ. നമ്മൾ നമ്മുടെ വീടായിരുന്നാലും ചിലപ്പോൾ കുട്ടികൾക്ക് കഥ പറയാനുണ്ടാകും, ചിലപ്പോൾ അവരെ സ്കൂളത്തെ മദ്രസത്തെ അബദ്ധങ്ങളൊക്കെ പറയാനൊക്കെ ഉണ്ടാവും, ചിലപ്പോൾ പോന്നപ്പോൾ പിന്നെ ചളിയിൽ വീണൊക്കെ പറയാനുണ്ടാവും. അപ്പോൾ കേൾക്കുമ്പോൾ നമ്മൾ ഇരിക്കണ പോലെ ചിരിക്കണം എന്നില്ല, പക്ഷേ എന്നാലും ഒന്ന് പുഞ്ചിരിക്കുക. ചിലപ്പോൾ ചില കുട്ടിക്ക് നല്ല പാട്ട് പാടാനുണ്ടാവും, അപ്പോൾ എന്ത് ചെയ്യുക, അത് ഇപ്പോൾ കേട്ടിരിക്കേണ്ടി വരും, ചിലപ്പോൾ ഉമ്മ കേട്ടിരിക്കേണ്ടി വരും. ചിലപ്പോൾ നമ്മുടെ പ്രായം ചെന്ന ഉമ്മാക്ക് നമ്മളെ ചെറുപ്പത്തിൽ വളർത്തിയതൊക്കെ പറയാനുണ്ടാവും. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന് പറഞ്ഞാൽ നമ്മളെ പോലെ വാച്ച് നോക്കി എയ്റോപ്ലെയിൻ പോലെ പറക്കണ ഒരാളായിരുന്നില്ല. മറിച്ച് എല്ലാ ചെറിയ ചെറിയ നിമിഷങ്ങളെ അറ്റൻഡ് ചെയ്തുകൊണ്ട് വളരെ കൃത്യമായി ഒരു തിരക്കുകാരൻ എന്ന് പ്രവാചകനെ ഒരാളും വിളിക്കാതിരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ ഓടുന്നവനെ ഉടനെ വിളിച്ചു പറയാ, പേനായെപ്പോലെ നീ ഓടരുത് എന്നാണ്. അപ്പോൾ ആ ഓട്ടം ഒരു വിശ്വാസിക്ക് നല്ലതല്ല. കൂട്ടുപങ്കാളിത്തം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സംസാരത്തിലും മറ്റും ഒക്കെ പങ്കാളിത്തം വഹിച്ചിരുന്നു. സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിൽ നിവേദനം ചെയ്യുകയാണ്, ഞങ്ങൾ പ്രവാചകൻ്റെ കൂടെ ഇരിക്കുമായിരുന്നു. ഇൻ അഖദ്നാ ഫി ഹദീസിൻ ഫി ദിക്റിൽ ആഖിറ, ഞങ്ങൾ ആഖിറത്തിനെ കുറിച്ച് ഞങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ പ്രവാചകൻ എന്തു ചെയ്യും? അഖദ മഅന, ഞങ്ങളോടൊപ്പം ഇരിക്കും. എന്നിട്ടോ ഞങ്ങളോട് ഇരുന്നു കൊണ്ട് ഞങ്ങളുടെ ആ പറയുന്ന കാര്യത്തിൽ പ്രവാചകൻ ഞങ്ങളുടെ കൂടെ സംസാരത്തിൽ പങ്കെടുക്കും. ഒരു 4-5 ആൾ വട്ടത്തിലിരിക്കുന്നു. എന്നിട്ട് എന്താണ് അവിടെ സംസാരിക്കുന്നത്? അവിടെ പരലോകത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. പ്രവാചകൻ നേരെ വന്നിരുന്നിട്ട് ആ ആ ആ ആ ആ എന്നിട്ട് അവർക്കറിയാത്ത എന്ത് ചെയ്യും? പറഞ്ഞു കൊടുക്കും. നിങ്ങൾ ഒരു പൊതു സേവകൻ, ഒരു പൊതു നായകൻ, ഒരു പൊതു സാമൂഹിക ബന്ധമുള്ള വ്യക്തി. അതേപോലെ എന്നിട്ടോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയാം, ഞങ്ങൾ വല്ല ഭക്ഷണത്തെക്കുറിച്ചോ വെള്ളത്തെക്കുറിച്ചോ ഒക്കെ ഇങ്ങനെ ചർച്ച ചെയ്യുകയാണെങ്കിൽ പ്രവാചകൻ അപ്പോഴും അവിടെ വന്നിരിക്കും. അവിടെ വന്നിരുന്നിട്ട് ഇങ്ങനെ ഭക്ഷണം ഇന്നിപ്പോൾ എന്താ കഴിച്ചേ, ഇന്നിപ്പോൾ എന്തായാലും നിങ്ങളെ പുരയിൽ ഉണ്ടായിരുന്നത്, വെള്ളം എങ്ങനെയുണ്ട് ഇപ്പോൾ നമ്മളെ നാട്ടിലെ വെള്ളമൊക്കെ. അപ്പോൾ അങ്ങനെ അതിലും എന്ത് ചെയ്യും? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പങ്കാളിത്തം വഹിക്കുമായിരുന്നു. എന്നിട്ട് പറയാണ്, ഇൻ അഹ്സനഹു അംറുൻ ഫസ്അ ഇല സ്വലാ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അതിൻ്റെ ഇടയിലൊക്കെ ചിലപ്പോൾ വരുമ്പോൾ എന്തെങ്കിലും മാനസികമായി വല്ലാത്ത വിഷമങ്ങളൊക്കെ അനുഭവിക്കുകയാണെങ്കിൽ പ്രവാചകൻ എന്ത് ചെയ്യും? നേരെ അവിടെ എടുത്ത് പറയും, ഞാൻ നിസ്കരിക്കട്ടോ എന്ന് പറഞ്ഞിട്ട് പള്ളിയിലേക്ക് കയറി പ്രവാചകൻ ആരാധനയിൽ ഒന്നുകൂടെ ആരാധനയിൽ മുഴുകുമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം. എന്നിട്ട് വീണ്ടും പറയുന്നു, ലജഅ ഇലൈഹ, പ്രവാചകൻ ആരാധനയിൽ അഭയം കണ്ടെത്തുമായിരുന്നു. ഇതിലൊരു വലിയ കാര്യം നമുക്കുണ്ട്. നമ്മളൊക്കെ എന്ത് ചെയ്യും? നല്ല ഐശ്വര്യവും സന്തോഷവും ഉണ്ടാകുമ്പോൾ കൂട്ടത്തിലൊന്നും കൂടൂല. കൂട്ടത്തിൽ കൂടിയാൽ എന്ത് ചെയ്യും? വേറെപ്പളികൾ 4 ആളെന്തോ വർത്താനം പറഞ്ഞു തീർക്കുക എന്ന് പറഞ്ഞാൽ പോകും. കടവും കള്ളിയും ബുദ്ധിമുട്ടും ഒക്കെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഇവരോ കൂടെ കൂടും അല്ലേ? കാരണം അവരുടെ നിന്ന് എന്തെങ്കിലും സമാധാന വാക്ക് കിട്ടിട്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയല്ല. പ്രവാചകൻ ധന്യമായ നിമിഷമാകുമ്പോൾ അത് ജനങ്ങളുമായൊക്കെ പങ്കുവെക്കും. ദുഃഖമായി എന്തെങ്കിലും കാര്യമായി ഉണ്ടെങ്കിൽ പ്രവാചകൻ അവിടെ ഇരുന്നിട്ട് ഈ ദുഃഖം പങ്കുവെച്ചിട്ട് എന്താണ്ട ബാക്കിയുള്ളവരെയും കൂടി ഇടങ്ങേറാക്കണ്ട എന്ന് കരുതി പ്രവാചകൻ വേഗം പള്ളിയിലേക്ക് പോയി അവിടെ നിന്ന് അള്ളാഹുവുമായി അത് പങ്കുവെക്കുമായിരുന്നു. നോക്കൂ നിങ്ങൾ, വലിയൊരു പാഠമാണ്. നമ്മളെന്ത് ചെയ്യും? കടമൊക്കെ വന്ന് പെരയൊക്കെ വിറ്റ് പോയിക്കണമെങ്കിൽ എവിടെ ആരോ പോയി ഇരിക്കാൻ തയ്യാറ്. എന്നിട്ട് ഓരോട് പറയും, പൊന്നാരക്കളെ ഞാനാകെ എരപ്പായിപ്പോയി, നിങ്ങളൊരു കട്ടൻ ചായയിൽ മൈൻതിരി. പ്രവാചകൻ നേരെ തിരിച്ചായി ധന്യമായിരിക്കുമ്പോൾ അത് എല്ലാവരുമായും പങ്കുവെക്കും. വിഷമം വരുമ്പോൾ എന്ത് ചെയ്യും? അതും അള്ളാഹിനോടാണ് പറയേണ്ട, ആൾക്കാരോട് പറഞ്ഞാണ്ട് പിന്നെ അതൊരു വിഷയാക്കണ്ട എന്ന് കരുതിയിട്ടാണോ അള്ളാഹു ആലം ആരാധനയിൽ മുഴുകും. എന്നിട്ടോ വക്കാന യുഹിബുൽ ഹൽവത്ത് ബിനഫ്സിഹി, പ്രവാചകൻ ചില സമയത്ത് ഒറ്റക്കിരിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്നു. അതെപ്പോഴാ? ബിനഫ്സിഹി, സ്വന്തം ആത്മാവിനെക്കുറിച്ച് ആലോചിക്കുവാൻ, ലിദ്ദിക്രി, ദിക്ർ ചൊല്ലുവാൻ, വത്തഫക്കുരി, ചിന്തിക്കുവാൻ, വത്തഅമ്മുലി, ആലോചിക്കുവാൻ. പ്ലാനിങ്, കുടുംബപരമായ പ്ലാനിങ് ഉണ്ടായിരിക്കും, ചിലപ്പോൾ വ്യക്തിപരമായ പ്ലാനിങ് ഉണ്ടായിരിക്കും, അള്ളാഹുവിനെക്കുറിച്ച് സ്മരിക്കാനുള്ള സമയമുണ്ടായിരിക്കും, ആത്മാവിനെക്കുറിച്ചും ചിന്തിക്കാനുള്ള സമയം ഉണ്ടാവും. നമ്മളിപ്പോൾ ഇതിനൊക്കെ നമ്മൾ സമയം എന്ത് ചെയ്യണം? കണ്ടെത്തണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്ദർഭങ്ങൾ അങ്ങനെയായിരുന്നു അല്ലേ? ഇവിടെ ഒരു വലിയ പ്രധാനം യുഹിബുൽ ഹൽവത്ത ബി നഫ്സിഹി, ഒഴിഞ്ഞിരിക്കുന്നത്. നമ്മളിപ്പോൾ ഒരു സ്റ്റുഡിയോയിൽ ഒഴിഞ്ഞിരിക്കുകയാണെങ്കിൽ, നമ്മളിപ്പോൾ അതേമാതിരി ഒരു പേനൊക്കെ ഏറ്റിരിക്കുകയാണെങ്കിൽ കുട്ടികളൊക്കെ വന്നുങ്ങാണ്ട് ഇങ്ങനെ വാപ്പ ഒന്ന് മിണ്ടാ പോയിക്കാണ്, ഞാനിപ്പോൾ പുതിയൊരു ഭൂമി കച്ചവടത്തെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴും ഇവിടേക്ക് എത്തിയിട്ടില്ല. ഇനി ഇവിടേക്കെത്ത് എപ്പോഴറിയോ? ഇവിടേക്ക് ഇത് പോകാനൊരുങ്ങുമ്പോഴാണ്. വലൗ കുൻത ഫല്ലൻ ഗലീലൽ ഖൽബി ലൻഫല്ലൂ മിൻ ഹൗലിക, നീ നിൻ്റെ സ്വഭാവം പരുഷമാക്കിയിരുന്നുവെങ്കിൽ, പരുഷ സ്വഭാവി ആയിരുന്നുവെങ്കിൽ
നീ എന്ത് ചെയ്യുമായിരുന്നു? നിൻ്റെ ചുറ്റുപാടുകളിൽ നിന്ന് ആളുകൾ അകന്നു പോകുമായിരുന്നു. അല്ലേ? നമ്മൾ പലപ്പോഴും ചിലയിടത്തൊക്കെ ഒറ്റപ്പെട്ടു പോകാറുണ്ട്. ചിലപ്പോഴൊക്കെ എപ്പോഴും പിന്നെ കുടുംബത്തിൽ നിന്ന് ഒരു വീട് കൂടുതൽ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കുക, ആരും നമ്മളെ അടുത്തേക്ക് അടുക്കാൻ. അപ്പോൾ എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടാവും. ഭാര്യയ്ക്ക് നമ്മളെ ഒരു പേടി, കുട്ടികൾക്ക് നമ്മളെ പേടി, പിന്നെ ബസ്സിലെ പ്രൈവറ്റ് ബസ്സിലെ കണ്ടക്ടർക്ക് വരെ നമ്മളെ പേടിയാണെങ്കിൽ പിന്നെ ഇപ്പം നമ്മളെ സ്വഭാവം കുറച്ച്, കാരണം ഒരുവിധം മൂപ്പുള്ളവരാണ് അവരുണ്ടാകുക. അവർ വരെ. അപ്പോൾ നമ്മളുടെ ഒരു പരുഷ സ്വഭാവം അതെപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? ഒരു മാറ്റാൻ നമ്മൾ ശ്രമിക്കാറുണ്ട്. അൽഹംദുലില്ലാ, നല്ല കാര്യം തന്നെയാണ്. നമ്മളെ വീട്ടുകാരൊക്കെ തന്നെ നമ്മളോട് പലപ്പോഴും അല്ലേ, ചിലപ്പോഴൊക്കെ ഭാര്യനോടൊക്കെ ചോദിച്ചാൽ പറയും മൂപ്പർ നല്ല മനുഷ്യനാട്ടോ, നല്ല ഒരു കുഴപ്പമില്ല, എന്നാലും ആ സ്വഭാവം കൂടി ഒന്ന് നന്നാകുകയാണെങ്കിൽ. പിന്നെ എന്താപ്പം ആദ്യം ആദ്യം ഒരു അലങ്കാര വാക്ക് പറയുകയാണ്. അപ്പോൾ സ്വഭാവം തന്നെയാണ് ഏറ്റവും നല്ല അലങ്കാരമായി ഉള്ളത്. അത് പരുഷ സ്വഭാവമായി പെരുമാറാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അനുവദിച്ചിട്ടില്ലായിരുന്നു. അള്ളാഹുവിനോടുള്ള ബാധ്യത നിർവഹിക്കും, കുടുംബത്തോടുള്ള ബാധ്യത അതും നിർവഹിക്കും, വ്യക്തിത്വത്തോടുള്ള ബാധ്യത അതും നിർവഹിക്കും. കാരണം ആയിഷ റളിയല്ലാഹു അൻഹാ ഖാലത്ത് കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ മിഹ്നത്തി അഹ്ലിഹി, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അടുക്കളയിൽ അടുപ്പത്ത് സഹായിക്കാറുണ്ടായിരുന്നു. ഫഇദാ ഹളറത്ത് അസ്സലാ, നിസ്കാര സമയമാഴിയാൽ ഖാമ, പ്രവാചകൻ എഴുന്നേൽക്കും, ഫസ്വല്ല, എന്നിട്ട് നിസ്കരിക്കാൻ പോകുമായിരുന്നു എന്നാണ്. നോക്കൂ നിങ്ങളൊരു വീട് അല്ലേ, വലിയ ഖലീഫ എന്നൊന്നും പറയണ്ട, അതിനേക്കാൾ വലിയ ഒരു സ്ഥാനത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉള്ളത്. പലപ്പോഴും പല ബന്ധങ്ങളുമൊക്കെ ഒലയുന്നത് കാണാൻ കഴിയും അല്ലേ. പലപ്പോഴും പലരൊക്കെ പറയായിരുന്നു, ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ബറാക്ക് ഒബാമ കുട്ടികളെയും പെണ്ണുങ്ങളെയൊക്കെ കൊണ്ട് എപ്പോഴും ഒപ്പം നടക്കൽ, എന്തായാലും ഒരു സ്നേഹ നമ്മളൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷെ ഇപ്പം അതിൻ്റെ ഇടക്ക് പൊട്ടലും ചീറ്റലും ഒക്കെ കേൾക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 9 എണ്ണം കൊണ്ടു നടന്നിട്ടും ഒരു പത്രസമ്മേളനം ഒരാളും വിളിച്ച് നടത്തിയിട്ടില്ല. അതാ സ്വഭാവത്തിൻ്റെ മഹിമ തന്നെയല്ലേ? നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. അപ്പോൾ പറയണം, ആയിഷ റളിയല്ലാഹു പറയാം, റസൂലുള്ളാഹി അടുക്കളയിൽ സഹായിക്കും, എന്നിട്ട് നിസ്കാരത്തിൻ്റെ, അപ്പോൾ അടുക്കളയിൽ കുടുംബത്തിൻ്റെ ബാധ്യത നിർവഹിച്ചു കൊണ്ടിരിക്കെ അള്ള വിളിച്ചാൽ ഖാമ, എഴുന്നേൽക്കും, ഫസ്വല്ല, എന്നിട്ട് നിസ്കരിക്കാൻ പോകുമായിരുന്നു. സുബൈ കഴിഞ്ഞ ഉടനെ നമ്മളോട് ഭാര്യ പറയാണ്, ഇക്ക നിങ്ങൾ ഇവിടെ ഒന്ന് ഈ കുട്ടിനെ ഒന്ന് നോക്കി, എനിക്ക് ലൂറ് കരിക്കാൻ പോകണം, ലൂറ് 12:45. എന്നാലും അതിൻ്റെ പേരും പറഞ്ഞിട്ട് നമ്മൾ രാവിലെ മുതലേ നമ്മൾ ഒഴിഞ്ഞ കളി. അപ്പോൾ ഭാര്യ പറയും, ഞങ്ങൾ ഉച്ച കഴിഞ്ഞ് പിന്നെ അസർ കരിക്കാൻ പോകണ്ടേ അല്ലേ? അപ്പോൾ കുടുംബ ബാധ്യതകളും വ്യക്തി ബാധ്യതകളും ഒക്കെ നിർവഹിക്കും. അള്ളാഹുവിനോടുള്ള ബാധ്യതയും വളരെ ഭംഗിയായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിക്കുമായിരുന്നു. എങ്ങനെ? വീട്ടിൽ ഇരിക്കുക എന്നതല്ല. നമ്മളൊക്കെ ചിലപ്പോൾ ഭാര്യ പറയും നമ്മളോട്, നിങ്ങൾ മനുഷ്യ ഈ പുരയിൽ ഉണ്ടായിട്ടുണ്ടോ, നിങ്ങൾ എന്താ ഒരു ഉത്തരവാദിത്വമല്ല. അപ്പം എന്നാ ഞാൻ ഇവിടെ ഇരിക്കുക എന്ന് പറഞ്ഞിട്ടൊരു തേക്കും കുറ്റി പോലെ അങ്ങോട്ട് അങ്ങനെ ഇരിക്കും. അങ്ങനെ ഇരുന്നിട്ട് വല്ല കാര്യമുണ്ടോ? അതും ഇല്ല. എന്നാൽ നോക്കൂ നിങ്ങൾ, കൈഫ കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ബൈത്തിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ എങ്ങനെയായിരുന്നു റസൂലുള്ളാഹി? അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ പറയാ, കാന യഅമലു കഅമലി അഹദിക്കും ഫീ ബൈത്തിക്, നിങ്ങളുടെയൊക്കെ വീട്ടിൽ നിങ്ങൾ എന്തൊക്കെ ചെയ്യണോ അതേപോലെ എൻ്റെ ഭർത്താവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ എല്ലാം ചെയ്തു തരുമായിരുന്നു. എന്നിട്ടോ യുഹീത്തു സൗബഹു, പ്രവാചകൻ്റെ വസ്ത്രം തുന്നുമായിരുന്നു. വയഹ്സിഫു നഅലഹു, പ്രവാചകൻ്റെ ചെരുപ്പ് പൊട്ടിയാൽ പ്രവാചകൻ അത് തുന്നുമായിരുന്നു. നോക്കൂ നിങ്ങൾ, നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ സമാധാനത്തിൻ്റെ ഭാഷകളെക്കുറിച്ച് സംസാരിക്കുകയും നമ്മളോടൊക്കെ മതം എളുപ്പമാണ് എന്ന് പരിചയപ്പെടുത്തുകയും ചെയ്ത പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മതത്തെ ഉപയോഗപ്പെടുത്തിയത് ജീവിതത്തിലെ ലാളിത്യം ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ്. ചെരുപ്പ് പൊട്ടിയാൽ തുന്നുക അല്ലേ? ചെരുപ്പ് പൊട്ടിയാൽ പ്രവാചകൻ ഇരുന്ന് തുന്നുമായിരുന്നു. അതുകൊണ്ടായിരിക്കാം മുമ്പ് നമ്മളൊക്കെ വീട്ടിൽ നമ്മളെ വാപ്പാരൊക്കെ ഈ ഒരു ചാക്ക് സൂചി വാങ്ങിയേക്കാൻ, ചാക്കുന്നാണ് ഏർപ്പാടൊന്നും നമ്മളെ പുരയിലൊന്നുമില്ല. പക്ഷെ എന്നാലും ഒരു ചെരുപ്പിൻ്റെ 3 ബാറും 3 പൊട്ടിയാലൊക്കെ ഉള്ള എന്ത് ചെയ്യുക, അതൊക്കെ ഒന്ന് ഒഴിവാക്കുകയൊക്കെ. മാത്രമല്ല പ്രവാചകൻ വസ്ത്രം തുന്നുമായിരുന്നു. എന്തിനാണ് വസ്ത്രം തുന്നുന്നത്? സഹോദരിമാരോടും പറയുകയാണ്, നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നമ്മുടെയൊക്കെ വീട്ടിൽ ചെറിയൊരു ടൈലറിങ് മെഷീൻ, അവിടെ ഒരു 2500 കൊടുത്താൽ സെക്കൻഡ് ഹാൻഡിൽ നിന്ന് കിട്ടും. എന്തിനാണെന്നറിയോ? നമ്മൾ ഒരു പെൺകുട്ടിക്ക് വസ്ത്രം വാങ്ങിയാൽ ഇസ്ലാമികമാക്കണമെങ്കിൽ ഒരു 15 മിനിറ്റ് നിങ്ങൾ അതിന്മേൽ തുന്നാനിരിക്കണം, എന്നാലേ അതാവുള്ളൂ. ഇല്ലെങ്കിൽ ഒരു വൃത്തികെട്ട അല്ലേ? മഹാരാഷ്ട്രയിലെ BJP നേതാവ് അടുത്തിടെ പറഞ്ഞു, സ്ത്രീ അതിക്രമിക്കപ്പെടാനുള്ള കാരണം അവരുടെ വസ്ത്രമല്ല എന്ന് പറയാൻ എനിക്ക് കാരണമില്ല അല്ലേ? ഇസ്ലാമല്ല, മുസ്ലിമല്ല. പക്ഷെ അദ്ദേഹം വായിച്ചെടുത്തതാണ് സമൂഹത്തിൻ്റെ ചിത്രത്തിൽ നിന്ന്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. അപ്പോൾ വീട്ടിൽ ചെറിയ ചെറിയ ജോലികളൊക്കെ എടുത്ത് അത് വീട്ടിലെ ഒരു സ്മരണ, അത് പിന്നെ എന്താ പറയുക,
അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ കൂടി ശ്രദ്ധിച്ചുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ശ്രദ്ധിച്ചിരുന്നു എന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ്. മാത്രമല്ല വീട്ടിലെ ഒരു സഹായിയായിരുന്നു. വീട്ടിലെ ഒരു സഹായി എന്നല്ല, എന്തെങ്കിലും ഒരാൾക്ക് ഒരാവശ്യമുണ്ടാകുമ്പോൾ അതെന്ത് ചെയ്യും, ഒന്ന് താങ്ങിക്കൊടുക്കുക. കൈഫക്കാന ഖുലുഖുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫി ബൈത്തി, പ്രവാചകന്റെ സ്വഭാവം വീട്ടിൽ എങ്ങനെയായിരുന്നു? ഫഖാലത്ത്, അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, കഅഹദിക്കും യർഫഉ ശൈഅ, നിങ്ങൾ എന്തെങ്കിലും ഉയർത്തുകയാണെങ്കിൽ പ്രവാചകൻ എന്ത് ചെയ്യും, ഒരു കൈ വെച്ച് കൊടുക്കും. വയലഅഹു വകാന അഹബ്ബുൽ അമൽ ഇലൈഹൽ ഖയ്യാത്ത്, പ്രവാചകൻ ഏറ്റവും ഇഷ്ടപ്പെട്ട തൊഴിൽ ടൈലറിംഗ് ആയിരുന്നു എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യാൻ. അപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് താങ്ങുകയാണെങ്കിൽ പ്രവാചകൻ എന്ത് ചെയ്യും, ഒന്ന് താങ്ങിക്കൊടുക്കും. ഇപ്പോൾ മക്കൾ ഇപ്പോൾ പഠിക്കുകയാണ്, പരീക്ഷകളൊക്കെ അടുത്ത് ഒന്ന് ആവേശം കൊടുക്കുക. അതേപോലെ ഭാര്യ ഒരു ജോലി ചെയ്യുന്നു, ഒന്ന് താങ്ങി കൊടുക്കുക. പിന്നെ മേശ അങ്ങോട്ട് പിടിക്കുന്നു, അതിമൊന്ന് കൈവച്ച് കൊടുക്കുക, അല്ലേ? കോഴിക്കോട് പട്ടണമാണ്, ഇങ്ങനെ ഒരു വണ്ടി പോകുന്നു, ഒരു വണ്ടി ഓഫായി എല്ലാവരും കൂടെ വാട്ടളഞ്ഞ് എന്താനക്ക് ഈ ആദ്യമായിട്ട് വണ്ടി വിട്ടാൽ കോഴിക്കോട് പട്ടണമല്ലേ. അപ്പോൾ ഇയാൾ അവസാനം മുന്നാരക്കളെ ഈ ചീത്തറിയണ ഏതെങ്കിലും ഒരാളൊന്ന് കയ്യച്ചെന്നതൊന്ന് സൈഡ് കാക്കാമായിരുന്നു, അല്ലേ? അപ്പോൾ അതിൽ വേറെ സന്ദർഭങ്ങളൊന്നുമില്ല. ഒരു ബുദ്ധിമുട്ടുന്നവനെ കണ്ടാൽ ഒന്ന് കൈ താങ്ങ് വെച്ച് കൊടുക്കുക. എന്തിനാണ് ഈ കൈ എന്നുള്ളതാണ്. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒട്ടകപ്പുറത്ത് മറ്റുള്ളവർ സഞ്ചരിക്കുമ്പോൾ പ്രവാചകരെ കയറിക്കൊള്ളുക എന്ന് പറഞ്ഞാൽ പ്രവാചകൻ കയറാറില്ലായിരുന്നു. ആരും വഴിയിൽ വെച്ച് പ്രവാചകൻ്റേതായ ഒട്ടകം വരുമ്പോൾ പ്രവാചകൻ കയറുക എന്നതല്ല, അത് വേറെ ഒരാൾ. കാരണം രണ്ടാളെ വഹിച്ച് ഒരൊട്ടകം ഭാരം ചുമക്കുന്നത് ഒരു ലോകത്ത് കാരുണ്യം പഠിപ്പിക്കാൻ അയച്ച ഒരു ദൂതന് അത് യോജിച്ചതല്ല എന്നതായിരിക്കാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പലപ്പോഴും വളരെ ക്ഷീണിതനാണെങ്കിൽ പോലും പ്രവാചകൻ ആ ഇരിക്കുന്നയാൾ ചിലപ്പോൾ ഇറങ്ങിക്കൊടുത്ത് പ്രവാചകനെ ഇരുത്തുമായിരുന്നു. അപ്പോൾ ഒരു താങ്ങ്, അത് ആർക്കും ഒരു താങ്ങിക്കൊടുക്കുന്ന സ്വഭാവം, ഒന്ന് ആശ്വസിപ്പിക്കുന്ന സ്വഭാവം. പഠിക്കുന്ന കുട്ടിയോട് ഒന്ന് വായിക്കൂ, ഒന്നുകൂടെ ഒരു A+ കിട്ടാൻ. അറബിക് കോളേജിൽ പഠിക്കുന്ന കുട്ടിയോട് മോനെ ഒന്നുകൂടെ ഒന്ന് പഠിച്ച് ഒന്നുകൂടെ അങ്ങനെ ഒരു കൈത്താങ്ങൻ്റെ സ്വഭാവവും പെരുമാറ്റവുമായിരിക്കണം നമ്മളെ എരുത്തുനിന്ന് ഉണ്ടാവേണ്ടത്. ഭാര്യയായിരുന്നാലും ഭർത്താവിന് ഇങ്ങോട്ടായിരുന്നാലും നിങ്ങൾ ഒന്നുകൂടെ ഊർജ്ജസ്വലമാവുകയാണെങ്കിൽ നമ്മുടെ ജീവിതം ഒന്നുകൂടി ധന്യമാകുമായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട് അങ്ങനെയായിരുന്നു. ക്ഷീണിച്ചാൽ പോലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മറ്റുള്ളവർ ആസ്വദിക്കുന്നതിനെ തടയാറില്ലായിരുന്നു. അപ്പോൾ നമ്മളൊരു യാത്രയൊക്കെ കഴിഞ്ഞ് ആകെ ക്ഷീണിച്ച് പുരയൊക്കെ ചെല്ലുമ്പോണ്ട് പെണ്ണുങ്ങളും കുട്ടികളും ബിരിയാണി തിന്ന് കുത്തിറക്കണം. നമ്മളെന്താ പറയുക, എന്നാക്കിക്കോളി അല്ലേ, അങ്ങോട്ട് സഹിക്കൂല. നമ്മൾ ക്ഷീണിച്ചു, അതുകൊണ്ട് ഇനിയിപ്പോൾ ഒരു തിരുവനന്തപുരം വരെ പോയി തരണം എന്നുള്ളിടത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കയറി വരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, ഞാൻ എൻ്റെ അയൽപ്പക്കത്തുള്ള കുറേ കുട്ടികളെയുമായി വീട്ടിൽ കളിച്ചുകൊണ്ടിരിക്കുക. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നപ്പോൾ എൻ്റെ സ്വഹാബത്തായ ഈ പെൺകുട്ടികളൊക്കെ വേഗത്തിൽ അവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ തെന്നിമാറി. എന്ത്, വീട്ടിലുള്ള കുടുംബനാഥം വരുമ്പോൾ ഞങ്ങൾ കളിച്ചെന്നുകൊണ്ട് ആയിഷ റളിയല്ലാഹു അൻഹ ചായ ഉണ്ടാക്കാക്കണ്ട എന്ന് കരുതിയിട്ട് അവരെന്ത് ചെയ്യും, മുഹമ്മദ് നബി വരുന്നുണ്ട് എന്നറിഞ്ഞിട്ട് എന്ത് ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നി ചെതറിയൊക്കെയാണ് പോയി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഇരുന്നിട്ട് പറഞ്ഞു, അവരെ എന്ത് ചെയ്യും, അവരെ വിളിച്ചു. ആ കളിച്ച് പിരിഞ്ഞു പോയ കുട്ടികളെയൊക്കെ പ്രവാചകൻ വിളിച്ചു വരുത്തിയിട്ട് പറഞ്ഞു, എൻ്റെ ആയിഷാ നിങ്ങളാരും ഇട്ട് പോയില്ലേക്കളെ, നിങ്ങൾ ആയിഷാൻ്റെ കൂടെ നിങ്ങൾ കളിക്കി. എന്നിട്ട് പ്രവാചകൻ അത് സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞു കഴിഞ്ഞിട്ട് എന്താ ചെയ്തറിയോ, പ്രവാചകൻ ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് വിശ്രമിച്ചിട്ട് പ്രവാചകനും ആ കളിയിലേക്ക് അവരോടൊപ്പം പങ്കുചേർന്നു എന്നതാണ്. നോക്കൂ നിങ്ങൾ ആ ഒരു സന്ദർഭത്തെ. നമ്മൾ എന്തൊക്കെ തിരക്കുകളുണ്ട്, എന്തൊക്കെയാണ്, പക്ഷേ നമ്മൾ വിഷമിക്കുമ്പോഴും മറ്റുള്ളവർ അവരാസ്വദിക്കാൻ അനുഭവിക്കാനൊരു സന്ദർഭം ഉണ്ടെങ്കിൽ നമ്മളിപ്പോൾ എന്തിനാ അത് മുടക്കുന്നത്? ഇപ്പം നമ്മളൊക്കെ വീട്ടിൽ കയറി ചെല്ലുമ്പോൾ അയൽപ്പക്കത്തെ കുട്ടികളെങ്ങനാണ്ട് പുരയിലിട്ടുണ്ടെങ്കിൽ പിന്നെ വയനാട്ട് പുലി ഇറങ്ങിയമാർ ഒരൊറ്റ ഒന്നിനെ തിരഞ്ഞാൽ കാണൂല. അപ്പോൾ കുട്ടികൾക്ക് തന്നെ മനസ്സിലായ എന്താ അറിയോ, ആ പെരയിലെ വാപ്പുണ്ടാവുമ്പോൾ ആ വളപ്പൊക്കെയല്ല ഉമ്മ വലിയ കുഴപ്പക്കാരിയല്ല എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ കാണിച്ചോ നോക്കൂ നിങ്ങൾ. അപ്പോൾ കളിപ്പിക്കാൻ കുട്ടികളും അതുപോലെ തന്നെ ഭാര്യയുടെ സഹവാസിനികളായവർ വന്ന് അവരെ ആനന്ദിക്കുകയോ അനുമതിക്കുകയൊക്കെ ചെയ്യുമ്പോൾ പ്രവാചകൻ അവർക്ക് വീണ്ടും അനുവാദം കൊടുത്തു. ഞാൻ വന്നു എന്നതുകൊണ്ട് നിങ്ങൾ ആയിഷയുടെ കൂടെ തമാശ പറയുന്നതും കളിക്കുന്നതും ഒഴിവാക്കണ്ട, നിങ്ങൾ ജോലി തുറന്നോളൂ, ഞാനും ഇത് കഴിഞ്ഞാൽ നിങ്ങളോടൊപ്പം പങ്കാളിത്തം വഹിക്കാം എന്ന് ആ കുട്ടികളോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുക. അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ എല്ലാപനമായി അവർ വേഗം വന്ന് എൻ്റെ കൂടെ കളിക്കാൻ തുടങ്ങി. അപ്പോൾ നമ്മളും തന്നെ നമ്മൾ വീട്ടിലേക്കൊക്കെ ചെല്ലുമ്പോൾ ചിലപ്പോൾ കുട്ടികൾ അയൽപ്പക്കത്തെ കുട്ടികളെയൊക്കെ കൂട്ടി കളിക്കുമായിരിക്കും. അപ്പോൾ നമ്മൾ 2 കണ്ണുകൊണ്ട് ഇങ്ങനെ ഈ ഭൂമി ഉരുണ്ടാന്ന് മാകല്ലം തെളിയിച്ച പോലെ അമ്മക്കൊണ്ടൊരു തെളിയിക്കൽ ഇങ്ങനെ കാട്ടു. അപ്പോൾ കുട്ടിയൊക്കെ മനസ്സിലാവും, ഇനി ഇവരെ പറഞ്ഞേക്കാൻ നല്ല, ഇല്ലെങ്കിൽ വാപ്പ
നമ്മളെ തോലൂരുന്ന് അല്ലേ. അപ്പോൾ അവിടെ ഒന്നും വേറൊരു രഹസ്യമൊന്നുമില്ല. നിങ്ങൾ കളിക്കുക, എന്നാൽ കുറച്ച് നേരം കൂടി കളിച്ചോളിട്ടോ, എന്നിട്ട് കളിയൊക്കെ അങ്ങ് പിരിച്ചിട്ടിട്ടേ നമുക്ക് നിസ്കരിക്കാനൊക്കെ ഇപ്പോൾ ബാങ്കൊക്കെ കൊടുക്കൂ, പിന്നെ പഠിക്കാനൊക്കെ സമയമാവട്ടോ. അപ്പം എന്തായി, അക്കുട്ടികൾക്കും നമ്മളോട് ബഹുമാനമായി, നമ്മുടെ മക്കൾക്കും നമ്മളോട് ബഹുമാനമായി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയാണ് അത് ശീലിച്ചിട്ടുള്ളത്. വേലക്കാരൻ എന്ന ഒന്ന് വാക്കില്ല, ഖാദിം എന്നാണ്. ആരാണ് ഈ ഖാദിം അല്ലേ? റേഡിയോയിലൊക്കെ നിങ്ങൾ കേൾക്കാറുണ്ട്, അതേപോലെ ടി വിയിലൊക്കെ നിങ്ങൾ കേൾക്കാറുണ്ട്, ഖാദിമുൽ ഹറമൈനി ശരീഫൈൻ അല്ലേ. നമ്മുടെ സൗദി അറേബ്യയിൽ രാജാവില്ല, രാജ്യത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് ഇപ്പോൾ അവിടെ. കാരണം എന്താ, അവിടെ ഖാദിമുൽ ഹറമൈനി ശരീഫൈനാണ്. 2 ഹറമുകളുടെ സേവകനായ ആൾ എന്നാണ്. രാജാവ് എന്ന പദം തന്നെ അവർ മാറ്റി, ഒരു സേവനത്തിൻ്റെ മനസ്സിലേക്ക്, സേവന മനസ്ഥിതിയിലേക്ക്. എന്താണ് അതിൻ്റെ കാരണം? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാദിമായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. പ്രവാചകനും ഖാദിമുണ്ട്. എന്നിട്ടോ അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഖദംതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം 9 സിനീൻ, ഞാൻ 9 കൊല്ലം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സേവനം ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഫമാ അലംഹു ഖാല ലി ഖത്തുൻ, എന്നോട് ഒന്നും പറഞ്ഞതായിട്ട് എനിക്ക് ഓർമ്മയില്ല. എന്ത്? ഹല ഫഅൽത കഥ വ കഥ, എന്തേ അനസേ അങ്ങനെ ചെയ്ത്, എന്തേ അനസേ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അപ്പോൾ പിന്നെ എന്തേ അനസേ നീ അങ്ങനെ ചെയ്തു എന്ന് 9 കൊല്ലം സേവനം ചെയ്തിട്ട് ഞാൻ ഇതുവരെ കേട്ടതായി എൻ്റെ ഓർമ്മയിലില്ല. വലാ ആബ അല ശൈഅൻ ഖത്തുൻ, ഏതൊരു കാര്യത്തിൻ്റെ മേലും എന്നെ ആക്ഷേപിച്ചിട്ടുമില്ല. എന്നാൽ ഇഷ്ടപ്പെട്ടാൽ പ്രവാചകൻ പറയുന്ന വാചകം ലാ ബഅസമാ ഫഅല, നീ ചെയ്തത് കുഴപ്പമില്ല കേട്ടോ എന്ന് പറയും. ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ വഖലൈത, നീ അത് നിർവഹിച്ചു അല്ലേ, അതായത് ചെയ്തു. ഇങ്ങനെയായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമീപനം എന്നാണ്. ജിദ്ദയിലെ ഒരു സൂപ്പർ മാർക്കറ്റിൽ മലയാളിയായ ഒരു സഹോദരൻ ഇങ്ങനെ ഈ ട്രേയിൽ ഉന്തിക്കൊണ്ടുപോവുകയാണ്, പിന്നെ ജാമും അതേപോലെ അച്ചാറും ഒക്കെ. അതിൽ അച്ചാറിൻ്റെ കുപ്പി ഇങ്ങോട്ട് താഴത്തേക്ക് ചാടിയപ്പോൾ കഫീൽ ഇതൊക്കെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുക. ആ നിരീക്ഷണത്തിൽ ക്യാമറയിലാണോ എന്നറിയില്ല, നേരിട്ടാണോ എന്നറിയില്ല, ഏതായാലും ഈ ചാടുന്നത് കണ്ട് ഉടനെ ഇവൻ എന്ത് ചെയ്തു, മൊയ്തീൻ ശൈഖ് എന്ന് വിളിച്ച് ഈ അച്ചാറ് ചാടിയോടുകൂടി. അപ്പോൾ ഇത് കണ്ട് കഫീൽ ഓടി വന്നിട്ട് പറഞ്ഞു, ഈ എന്തേ വിളിച്ച്, ചാടിയത് അച്ചാറാണോ എന്നല്ലോ ചോദിച്ചു, എന്താ ഈ വിളിച്ച്? അപ്പോൾ പറഞ്ഞിങ്ങനെ, അച്ചാറ് മോനെ നമുക്ക് വീണ്ടും പിന്നെയും കിടക്കുക, വേറെ കുപ്പി എടുത്ത അച്ചാറായി, പക്ഷേ വിശ്വാസം നമുക്ക് പിന്നെ കിട്ടൂലല്ലോ. എന്നിട്ട് അതിൻ്റെ ആ ഒരു ഭയാനകതയെ ഓർമ്മപ്പെടുത്തി, ആ ഭയാനകത മനസ്സിലാക്കി ആ സഹോദരൻ ഇന്ന് ഇസ്ലാഹി പ്രവർത്തകനാണ്. അവൻ്റെ ഇസ്ലാമിൻ്റെ ഒരു വിശ്വാസപൂർണ്ണത അവിടെ കിട്ടിയെന്നർത്ഥം. ആ ഒരു നിമിഷത്തെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, വളരെ കുറ്റപ്പെടുത്തി വേണമെങ്കിൽ അയാളെ ഹുറൂജടിച്ച് വിടാം, പക്ഷേ അയാളെ നരകത്തൊന്ന് ഹുറൂജാക്കുക ചെയ്തത്, സ്വർഗത്തിലേക്ക് ദുഖൂലാക്കി. അവിടെ ഓർക്കണം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കലും എന്തേ അനസേ എങ്ങനെ ചെയ്തു, എന്തേടാ അങ്ങനെ ചോദിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള സന്ദർഭം ഇല്ലാഞ്ഞിട്ടല്ല. നമ്മളെ മക്കളായാലും നമ്മളെ ഭാര്യ ആയാലും അല്ലേ. എ.പി. അബ്ദുൽ ഖാദർ മൗലവി ഒരു കഥ പറയാറുണ്ട്. 1 കിലോ പഴം കൊടുത്ത് അപ്പോൾ അത് പുഴുങ്ങിയച്ചോലോ ഭാര്യ. അപ്പോൾ പിറ്റേന്ന് പറഞ്ഞാൽ ഈ എന്തിനാ പുഴുങ്ങിയെന്ന് പറഞ്ഞാൽ അടിച്ചു തുടങ്ങിയാണ്. അപ്പോൾ പിറ്റേ പഴം കൊടുത്തത് പുഴുങ്ങാതെ വെച്ചോലോ. അപ്പോൾ പറഞ്ഞോലോ ഈ എന്തിനാ പുഴുങ്ങാന്ന് പറഞ്ഞ അടിയായാണ്. അപ്പോൾ അവസാനം ഈ പെണ്ണുങ്ങൾ 1 കിലോ പഴം കൊടുത്തപ്പോൾ പകുതി പുഴുങ്ങി പകുതി പുഴുങ്ങാതെ വെച്ചുവാണ്. ഇനി എന്തിനാ അടിയിട്ടാന്നറിയില്ലോ. അവസാനം ചോദിച്ചപ്പോൾ പിറ്റേന്ന് വന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞോലോ പുഴുങ്ങി പറഞ്ഞപ്പോൾ അടിക്കാൻ ഒരുങ്ങിയപ്പോൾ പുഴുങ്ങിയില്ല പറഞ്ഞത്. പിന്നെ പറഞ്ഞോലോ എന്തുകൊണ്ട് ഇത് പുഴുങ്ങിയില്ല എന്ന് പറഞ്ഞിട്ടാണല്ലോ പിന്നെ അടി. ഇങ്ങനെ ആക്ഷേപിക്കുന്ന ഒരു നമുക്ക് നമ്മളുടെ വീട്ടിലൊക്കെ എങ്ങനെയാണ് ഒരു ധന്യമായ ഭക്ഷണമൊക്കെ ഉണ്ടാവുക? അതേപോലെ തന്നെ വീട്ടിലെ മക്കളായിരുന്നാലും നമുക്ക് അമിതമായ ഏൽപ്പനകളൊക്കെ നടത്തുന്ന ആളുകളുണ്ട്. ഉമ്മമാർ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ കുട്ടികൾ ചെറിയ കുട്ടികളാണ്, അവരെ ഒരുപാട് ചുമതലകൾ അവിടെ പോയി കൊണ്ടുവരണം, അവിടെ അങ്ങനെ ആക്കണം, ഇവിടെ അങ്ങനെ ആക്കണം എന്നൊന്നും നമ്മൾ പറയരുത്. കുറേയൊക്കെ ഡ്യൂട്ടിയൊക്കെ ഏൽപ്പിക്കണം. പക്ഷേ എന്തെങ്കിലും അതിൽ വീഴ്ച വന്നാലോ അത് നമ്മൾ അവരെ അറിഞ്ഞുകൊണ്ടല്ല, ആക്ഷേപിക്കരുത്, അവരെ കുറ്റപ്പെടുത്തരുത്. മറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനൊരു ഇതായിരുന്നു. അപ്പോൾ എന്ത് പറ്റിയാലും ചിലപ്പോൾ ചില്ല് പൊട്ടും, ചിലപ്പോൾ എന്തെങ്കിലും അപകടങ്ങളൊക്കെ സംഭവിച്ചു എന്ന് വരാം. അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, അവരെ അത് പറഞ്ഞ് ബോധ്യപ്പെടുത്തുക അല്ലേ. കുട്ടികൾ ബാപ്പ പോയപ്പോൾ കുട്ടികളോട് പറഞ്ഞു നിന്നാ കാണാത്ത കൊയ്യൊഴിച്ചാൽ ഐസ്ക്രീം വാങ്ങിത്തരാമെന്ന്. അപ്പോൾ ഐസ്ക്രീമൊക്കെ പോലെ ആദ്യം തന്നെ പോയി തിന്ന്
ബാപ്പ വന്നപ്പോൾ നിന്നാ കാണാത്ത കുയ്യക്കോല് കുത്തിക്കണം. ഈ 7 വയസ്സായ കുട്ടികളോടൊക്കെ നിന്നാ കാണാത്ത കുയ്യുത്താൻ പറഞ്ഞാൽ എങ്ങനെ ഒരു കുത്തുക? അവസാനം വന്നപ്പോൾ വാപ്പ ചോദിച്ചാൽ എവിടെ നിന്നാ കാണാത്ത കുയ്യക്കോല് കുത്തുക. അപ്പോൾ എന്താ ചെറിയൊരു കുയ്യുത്തിയിട്ട് അയിമങ്ങനെ നിന്നേക്കുക, അയിമ നിന്നാൽ കാണൂല. അപ്പോൾ കുട്ടികളെ ഇങ്ങനത്തെ ഒരു ചുമതല ഏൽപ്പിച്ച വാപ്പി ആലോചിക്കണ്ടേ, ഇത് ഈ കുട്ടിയൊക്കെ ഇവർക്ക് ഐസ്ക്രീം വാങ്ങി കൊടുത്താൽ ചിലപ്പോൾ ഇവരൊക്കെ ചെയ്യും. പക്ഷേ അതൊന്നും അല്ല ജീവിതത്തിൻ്റെ നിമിഷങ്ങൾ. കഴിയുന്ന ഡ്യൂട്ടി ഏൽപ്പിക്കുക, കഴിയാത്തത് ഏൽപ്പിക്കാതിരിക്കുക, നമ്മൾ കുറച്ചൊക്കെ കൂടി കൊടുക്കുക. അതോടൊപ്പം തന്നെ ആ സഹായത്തിന് കാരണം പല ഷോപ്പുകളെ കുറിച്ചൊക്കെ ആളുകൾ പറയുക അങ്ങനെയാണ്. ഞാൻ അവിടെ മുതലാളിനെ തിരഞ്ഞു പോയിട്ട് മുതലാളിനെ കണ്ടില്ല എന്ന് പറയും. വലിയ 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 വളർച്ചയുടെ ഫാക്ടറികളെ കുറിച്ചൊക്കെയുള്ള നിരീക്ഷണത്തിൽ നിങ്ങൾക്കറിയാം, അവിടെ ഏറ്റവും താഴ്ന്ന ജോലി എപ്പോഴെങ്കിലുമൊക്കെ എടുക്കുന്നത് അതിൻ്റെ ഏറ്റവും വലിയ അഡ്മിനിസ്ട്രേറ്റീവ് പദവിയിലുള്ളവരൊക്കെ ആയിരിക്കും. എന്താണ് അതിൻ്റെ ഇത് അല്ലേ? നമ്മുടെ ജയിൽ ഡി ജി പിയോട് ജോൺ ബ്രിട്ടാസ് ചോദിച്ചില്ലേ, ഈ കേരളത്തിലുള്ള എല്ലാ ജയിലിലും ഈ ചപ്പാത്തിയും കറി ഉണ്ടാക്കി വിൽക്കുന്നുണ്ടല്ലോ, അപ്പോൾ ഇത് നിങ്ങൾക്ക് എവിടുന്ന് ഇത് കിട്ടിയ? അപ്പോൾ ജപ്പാനിന്നോ അമേരിക്കന്നോ കിട്ടിയാന്ന് വിചാരിച്ചാണ് ഇപ്പോൾ ജോൺ ബ്രിട്ടാസ് ചോദിച്ചത്. അപ്പോൾ അലക്സാണ്ടർ ജേക്കബായ ക്രിസ്ത്യാനി പറഞ്ഞു, അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ പഠിപ്പിച്ചതാണ്. മൂപ്പരങ്ങനെ ക്ലാസ് എടുത്ത് കൊടുത്ത മാതിരി അത് പറയുമ്പോൾ അങ്ങനെ കേൾക്കുന്നത്. ബദറിൽ പിടിക്കപ്പെട്ട യുദ്ധ കുറ്റവാളികളോട് പറഞ്ഞു, നിങ്ങൾക്ക് 900 ദിർഹം മോചനത്തിൻ്റെ ദ്രവ്യം തന്ന് മോചിതനാകും, അല്ലെങ്കിൽ വിദ്യാഭ്യാസമില്ലാത്ത എൻ്റെ കൂടെയുള്ളവരെ നിങ്ങൾ വിദ്യാസമ്പന്നരാക്കിയാൽ നിങ്ങളെ ഞാൻ മോചിപ്പിക്കാം. അവരെ പഠിപ്പിച്ചതിൻ്റെ തെളിവ് ബോധ്യപ്പെടുത്തിയപ്പോൾ മോചിപ്പിച്ച് പറഞ്ഞയക്കുമ്പോൾ പ്രവാചകൻ അവരോട് പറഞ്ഞത്, നിങ്ങൾ ഇനി യുദ്ധ കുറ്റവാളികളാണ് എന്നല്ല, നിങ്ങൾ സമൂഹത്തിലെ അറിവില്ലാത്തവരെ പഠിപ്പിക്കേണ്ടുന്ന അറിവുള്ള അധ്യാപകരായി ഞാൻ നിങ്ങളെ റിക്രൂട്ട് ചെയ്യുന്നു. ആ ചരിത്രമാണ് കേരളത്തിലെ എല്ലാ ജയിലിലും ചപ്പാത്തിയും കറി ഉണ്ടാക്കി വിൽക്കാൻ കുറ്റവാളികളായ ആളുകളെ മാറ്റിയെടുക്കാൻ എന്നെ പ്രേരിപ്പിച്ചത് എന്ന് അലക്സാണ്ടർ ജേക്കബ് എന്ന ക്രിസ്ത്യാനി പറയുമ്പോൾ, മുസ്ലിമായ നമുക്ക് പ്രവാചക ജീവിതത്തിലെ ധന്യനിമിഷങ്ങളിൽ നമ്മളത് ഒപ്പിയെടുത്ത് വായിക്കുക, സമൂഹത്തിൻ്റെ മാർഗം. എന്നിട്ട് പറയുകയാണ്, എന്നോട് അങ്ങനെയാണ് ഇഷ്ടപ്പെട്ടാൽ പറയുക. ഇഷ്ടപ്പെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ ഇദാ അതാ ഇലാ മൻസിലിഹി ജുസ്അൻ ദഖുലുഹു 3 അജ്സാ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലേക്ക് വന്നാൽ പ്രവാചകൻ്റെ ഭാഗത്തെ 3ആയി പ്രവാചകൻ ഭാഗിക്കുമായിരുന്നു. എന്താണ് പ്രവാചകൻ ചെയ്യുക? ഒരു ഭാഗം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അള്ളാഹുവിനോടുള്ള ബാധ്യത, വജുസുഉൽ ലിഅഖ്ലിഹി, മറ്റൊന്ന് കുടുംബത്തിന്, വജുസുഉൽ ലിനഫ്സിഹി, നേരത്തെ പറഞ്ഞതിൻ്റെ ഒരു ബാക്കിയാണ്. സുമ്മ യജ്അലു ജുസ്അഹു ബൈനന്നാസ്, ജനസമ്പർക്ക പരിപാടി 1450 കൊല്ലം മുമ്പ് ജനസമൂഹത്തോട് പ്രവാചകൻ എങ്ങനെ നടത്തിയെന്ന് നമ്മൾ കേൾക്കാം. ഇനി ചിലപ്പോൾ മുഖ്യമന്ത്രി ജനസമ്പർക്ക പരിപാടിയൊക്കെ നടത്തിയതിനെക്കുറിച്ച് ഏതെങ്കിലും ചാനലുകാരൻ ചോദിക്കുമ്പോൾ പറയും, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 1450 കൊല്ലം മുമ്പ് ജനസമ്പർക്ക പരിപാടി നടത്തിയിട്ടുണ്ടെന്ന്. കേട്ടോളൂ എങ്ങനെയാണ്. എന്നിട്ട് പ്രവാചകൻ ഇത് 3 കഴിഞ്ഞാൽ ഉടൻ പ്രവാചകൻ ജനങ്ങളുടെ ഇടയിലേക്ക് ഇരിക്കുമായിരുന്നു. ഫയറുദ്ദു ദാലിക അലൽ ആമ്മത്തി ബിൽ ഖാസ്സ, കൂട്ടമായി വരുന്ന ആളുകളെ പ്രത്യേകമായി ഓരോരുത്തരെയായി പ്രവാചകൻ പരിഗണിക്കുമായിരുന്നു. ആൾക്കൂട്ടങ്ങൾ വരുമ്പോൾ നിൻ്റെ പ്രശ്നം എന്താ, നിനക്കെന്താ ആവശ്യം, നിനക്കെന്താ ആവശ്യം, എനക്കെന്താ, അങ്ങനെ ഓരോരുത്തരെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സമീപിക്കും. മിൻഹും ദുൽ ഹാജ, ഒരാവശ്യമുള്ള ഉണ്ടാവും, ഒമിൻഹും ദുൽ ഹാജത്തേൻ, 2 ആവശ്യമുള്ള ഉണ്ടാവും, ദുൽ ഹവായിജ്, കുറേ ആവശ്യങ്ങളേറ്റ് വരുന്നവരുണ്ട്. ഫയതശാഗലു ബിഹി, അവരോടൊപ്പം പ്രവാചകൻ ഇഴുകിച്ചേർന്ന് അവരുടെ പ്രശ്നങ്ങളിലേക്ക് ശ്രദ്ധ ക്ഷണിക്കപ്പെടുമായിരുന്നു. ഫയഖൂലു ലഹും, എല്ലാം കഴിഞ്ഞാൽ അവരോട് പറയും, അബ്ലിഗൂനി ഹാജത മൻ ലാ യസ്തതിഉ ഇബ്ലാഗി ഹാജതഹു, ഇവിടെ ഈ ആവശ്യങ്ങളുമായി എൻ്റെ അടുത്ത് വരാൻ കഴിയാത്തവരുടെ ആവശ്യങ്ങളെ ഇനി നിങ്ങൾ എൻ്റെ അടുത്ത് കൊണ്ടുവന്ന് ശ്രദ്ധയിൽപ്പെടുത്തണട്ടോ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പ്രശ്നവുമായി വരുന്ന ജനങ്ങളോട് പ്രവാചകൻ പറയുമായിരുന്നു. പ്രവാചകൻ ഒരു ഭരണകർത്താവുക എന്നതല്ല, മറിച്ച് ജനസമൂഹത്തിന് സേവനം ചെയ്ത് സമൂഹത്തിൽ ഇസ്ലാമിൻ്റെ ആ ആവിർഭാവം എന്നത് എൻ്റെ തല മുതൽ അതിൻ്റെ അവസാനത്തെ പ്രവാചകനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നത് ഒട്ടും കുറക്കാതെ അത് പൂർത്തീകരിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശ്രദ്ധിച്ചു. പ്രവാചകൻ ഒരു വൃത്തിയും ഒരു നല്ല കാണാനൊക്കെ അത്യാവശ്യം നല്ല മികവും അഴകുമൊക്കെയുള്ള പ്രവാചകനായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലമ. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഖാല സ്വഹിബ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 10 സിനീൻ, പ്രവാചകനോടൊപ്പം ഞാൻ 10 കൊല്ലം സേവനമനുഷ്ഠിച്ചു. വശമംതുൽ അത്തറ കുല്ലഹു, പ്രവാചകൻ എപ്പോഴും അത്തർ മണക്കുമായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എപ്പോഴും അത്തർ മണക്കുമായിരുന്നു. അത്തർ എന്ന് പറഞ്ഞാൽ സുഗന്ധം എന്ന അർത്ഥത്തിലാണ്, അതാണ് അത്തർ ആയത്. അത്തർ അറബിയിൽ അത്തർ എന്നാണ്. അപ്പോൾ അത്തർ എന്ന അറബി പദം അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴും സുഗന്ധം പൂശുമായിരുന്നു. പ്രവാചകൻ ഇടയ്ക്കിടയ്ക്ക് അതെന്ത് ചെയ്യും,
എല്ലാവർക്കുമൊക്കെ കൂടെയുള്ള ആൾക്കൊക്കെ പുരട്ടി കൊടുക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ സത്യവിശ്വാസി ഒരു സുഗന്ധമുള്ളവനാണ് എന്ന് അർത്ഥം. നമ്മളും ചിലപ്പോൾ സുഗന്ധമൊക്കെ പൂശും. അതെന്താണെന്ന് വെച്ചാൽ സിഗരറ്റ് വലിച്ച് പിന്നെ ഇനി അതുകൊണ്ട് ബാക്കിയുള്ളവർക്ക് ശല്യമില്ലേ എന്ന് തോന്നുമ്പോൾ സിഗരറ്റിൻ്റെ സ്പ്രേ കിട്ടും മണല്ലേ, അതും കൂടി അടിച്ചിട്ടാൽ പോരുക. പിന്നെ അതിൻ്റെ കമ്പനി ഉടമയാകുക നല്ലത്. അങ്ങനെ ദുർഗന്ധമുണ്ടാക്കുക എന്നതല്ല, മറിച്ച് അത് സുഗന്ധമുണ്ടാക്കുക, കേൾക്കുന്ന നമ്മുടെ കൂടെ വാസനിക്കുന്നവനും ഒക്കെ എന്ത് ചെയ്യണം, സുഗന്ധമുണ്ടാകുന്നത്. എന്നിട്ട് മാത്രമല്ല, പ്രവാചകൻ്റെ ഒരു നല്ല സമീപനത്തെക്കുറിച്ച് പറയുന്നു. വക്കാന ഇദാ ലഖീഹി വാഹിദും മിൻ അസ്ഹാബിഹി ഖാമ മഅഹു ഫലം യൻസരിഫ് ഹത്താ യകൂന റജുൽ യൻസരിഫ് അൻഹു. പ്രവാചകനോട് ആരെങ്കിലും കൈ കൊടുത്ത് സംസാരിക്കാൻ നിന്നാൽ പ്രവാചകൻ ആദ്യം കൈ വലിച്ചൂരി അവിടെ നിന്ന് ഓടുമായിരുന്നില്ല. പ്രവാചകൻ വലിയ തിരക്കുള്ള ആളാവും. നമ്മളെ കാഴ്ചയിൽ പ്രവാചകന് 100 കൂട്ടം അതിൻ്റെ തലയിലാണ്, മറ്റേടത്ത് അതിൻ്റെ തലയിലാണ്, മദീനൻ്റെ പള്ളിൻ്റെ അതിൻ്റെ തലയിലാന്ന് പറഞ്ഞിങ്ങനെ ഓടല്ല. പ്രവാചകൻ്റെ അടുക്കൽ ആരെങ്കിലും വന്ന് സലാം കൊടുത്താൽ ആദ്യം സലാം കൊടുത്തോൻ കൈയൂരുന്നത് വരെ പ്രവാചകൻ കൈവലിക്കാറുണ്ട്. വഇദാ ലഖിയഹു അഹദുൻ മിൻ അസ്ഹാബിഹി ഫതനാവല യദഹു നാവലഹ ഇയാഹു ഫലം യൻസഉ മിൻഹു ഹത്താ യകൂന റജുലു ഹുവല്ലദീ യൻസഉ അൻഹു. പ്രവാചകനോട് കൈ കൊടുത്താൽ പ്രവാചകൻ ആദ്യം കൈവലിക്കില്ലായിരുന്നു. പ്രവാചകനോട് ആരെങ്കിലും സംസാരിക്കാൻ മുതിർന്നാൽ, പ്രവാചകൻ്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ പ്രവാചകൻ അവിടെ നിന്ന് ആദ്യം പോകില്ല. മറ്റോ കുറേ പറഞ്ഞിട്ട് എന്നാ ഞാൻ പോട്ടട്ടോ എന്ന് പറയുമ്പോഴേ അല്ലേ, ഇസ്ലാമികമായ സുന്നത്തൊരു വീട്ടിൽ പോയിട്ട് നമ്മൾ തിരിച്ചു പോരുമ്പോൾ ഞാൻ വരട്ടോ എന്ന് പറയുന്നതാണ് സുന്നത്ത്. എന്നാൽ ഞാൻ പോട്ടട്ടോ എന്നല്ല, അതൊരു അന്ധവിശ്വാസമൊന്നുമല്ല അല്ലേ. നമ്മുടെയൊക്കെ വല്യപ്പന്മാരൊക്കെ എന്താണെന്നറിയില്ല, വീട്ടിൽ വന്നാൽ എന്നാ ഞാൻ വരട്ടോ എന്ന് പറഞ്ഞു പോകുമ്പോൾ നമ്മൾ പറയും അയാളിപ്പം അപ്പോൾ വരും എന്നാ തോന്നുന്നത്, രണ്ടാമതും ബുദ്ധിമുട്ടുന്ന അങ്ങനെയല്ല. അതൊരു ഒരു ഒരു വിശ്വാസിയുടെ ഒരു ആത്മബന്ധത്തിൻ്റെ ഒരു അടയാളം കൂടിയാണത്. അപ്പോൾ പ്രവാചകൻ കൈ കൊടുത്തു കഴിഞ്ഞാൽ പ്രവാചകൻ ആദ്യം കൈ, നമ്മളൊക്കെ അങ്ങനെയല്ലേ, ഒരാൾ സലാം തന്നാൽ വേഗം മറ്റേ ആൾ പൊടിച്ച് ചങ്ങൽക്കിടേണ്ടി വരുമെന്ന് തോന്നിപ്പോ. സ്വന്തം വാപ്പയായിരുന്നാൽ പോലും ഞാൻ വേറെ തിരക്ക് നിറഞ്ഞ് മെല്ലെ ഊരിപ്പോകലാണ് അല്ലേ. എന്നാൽ മൂന്നാമത്തത് പറയാണ് എന്താ, വഇദാ ലഖിയഹു അഹദുൻ മിൻ അസ്ഹാബിഹി ഫതനാവല ഉദ്നഹു നാവലഹ ഇയാഹു ഫലം യൻസഅഹ അൻഹു ഹത്താ യകൂന റജുലു ഹുവല്ലദീ യൻസഅഹ മിൻഹു. ഒരാൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എന്തെങ്കിലും പറയാൻ വന്നാൽ പ്രവാചകൻ്റെ ചെവി അവിടെ വെച്ചു കൊടുക്കും. അവൻ്റെ വായ വലിക്കുന്നത് വരെ പ്രവാചകൻ അവിടെ നിന്ന് ചെവി എടുക്കുമായിരുന്നില്ല. ചിലരൊക്കെ ഹൃദ്യമായി ചില കാര്യങ്ങളൊക്കെ നിങ്ങളോടൊക്കെ പറയാൻ വരുമ്പോൾ നിങ്ങളെന്ത് ചെയ്യണം, അത് ചെറിയ കുട്ടികളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ ഇവിടെ വരി നിങ്ങളോടൊരു കാര്യം പറയട്ടെ എന്ന് പറഞ്ഞ് അപ്പോൾ നിങ്ങൾ വീട്ടിലൊക്കെ ചെല്ലുമ്പോൾ ആ ചെവിയൊക്കെ അവിടെ വെച്ചു കൊടുത്ത്, ചിലപ്പോൾ ഊതാനൊക്കെ കേൾക്കാറ്, എന്നാലും ഒന്ന് വെച്ചു കൊടുത്ത് അതൊന്ന് കേട്ട് അപ്പോൾ നമ്മളോട് പറയും നിങ്ങൾ ഉറക്കെ പറയില്ല കേട്ടോ എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ ഒരു കേട്ട്. ആരായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ? ഈ കഥയൊക്കെ കേൾക്കുമ്പോൾ കുട്ടികൾ വിചാരിക്കുകയെ നമുക്ക് ആ നബിനെ കിട്ടിയിരിക്കണേ ഈ വാപ്പാക്ക് വരെ എത്ര നന്നായിരുന്നു എന്ന് വിചാരിച്ചു പോകും. അങ്ങനെ അത്രത്തോളം സുന്ദരമാണ് പ്രവാചക ജീവിതത്തിൻ്റെ നിമിഷങ്ങളെ ഒപ്പിയെടുക്കുന്നത്. ഐഷ റളിയല്ലാഹു അൻഹ പറഞ്ഞ സന്ദർഭം നമ്മൾ കേട്ടിട്ടുണ്ട്. യസീദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്, സാൽതു ആയിഷത റളിയല്ലാഹു അൻഹ മാ കാന ഖുലുഖുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിൻ്റെ സ്വഭാവം എന്താണെന്ന് ചോദിക്കപ്പെട്ടു. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഖി പറഞ്ഞു, കാന ഖുലുഖുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഖുർആൻ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം ഖുർആനാണ് എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു. എന്നിട്ട് ആയിഷ ചോദിച്ചു, അത്തഖറഊന സൂറത്തുൽ മുഅ്മിനൂൻ, നിങ്ങൾ സൂറത്ത് മുഅ്മിനൂൻ ഓതിയിട്ടുണ്ടോ എന്ന് സഹാബത്തിനോട് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, നഅം ഞങ്ങൾ ഓതിയിട്ടുണ്ട്. എന്നാൽ ഒന്ന് ഓതു. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, സത്യവിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു. അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, അവർ ആരാധനയിൽ ഭയഭക്തരായിരിക്കും. വല്ലദീനഹും അനിൽ ലഗ്വി മുഅ്രിളൂൻ, നിരർത്ഥകമായ കാര്യങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞു പോകുന്നവരുമാണവർ. വല്ലദീനഹും ലിസ്സകാത്തി ഫാഇലൂൻ, പാവപ്പെട്ട മനുഷ്യന്മാർക്ക് നൽകാനുള്ള സാമ്പത്തിക അവകാശം കൃത്യമായി നിർവഹിക്കുന്നവരുമാണ്. വല്ലദീനഹും ലിഫുറൂജിഹിം ഹാഫിലൂൻ, ലൈംഗിക വിശുദ്ധിയെ കാത്തു സൂക്ഷിക്കുന്നവരുമാണ്. ഈ ആയത്ത് കഴിഞ്ഞപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, പിന്നെ ബസ് നിർത്തുക. ഹാക്കദാ ഖുലുഖുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇതാണ് പ്രവാചകൻ്റെ ജീവിതം, സ്വഭാവം ഖുർആനാണ് എന്ന് പറഞ്ഞതിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു നബിൻ്റെ സ്വഭാവം ഖുർആനാണ്. എന്നിട്ട് സഹാബത്തിനോട് ചോദിച്ചു, നിങ്ങൾ സൂറത്ത് മുഅ്മിനൂൻ ഓതിയിട്ടുണ്ടോ? ഉണ്ട്. എന്നാൽ സൂറത്ത് മുഅ്മിനൂൻ്റെ ആദ്യത്തെ 6 ആയത്ത് ഓതു. 6 ആയത്ത് ഓതി കഴിഞ്ഞപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഇതാണ് ഖുർആനാണ് നബിൻ്റെ സ്വഭാവം എന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ അനുഭവത്തോടു കൂടിയുള്ള എല്ലാ വിശദീകരണങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവത്തോടു കൂടി ഉള്ളതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടിരുന്നത് അബ്ദുല്ലാഹ് ഇബ്നു ഹാരിസ് റളിയല്ലാഹു അൻഹു പറയാൻ, മാ റഅയ്തു അഹദൻ അക്സറു തബസ്സുബൻ മിൻ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലെ പുഞ്ചിരിക്കുന്ന ഒരാളെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പുഞ്ചിരി, നമ്മളെ മക്കൾ ചിലപ്പോൾ ഇക്കിളിയാക്കലുണ്ട്, വാപ്പയൊന്ന് ചിരിച്ചിട്ടാൻ വേണ്ടി അല്ലേ. അവസാനം കുട്ടികൾ പറയും, എടാ വാപ്പ ചിരിച്ചിട്ടുണ്ട് ഒരു ഫോട്ടോ എടുത്ത് വെച്ചാൽ ചിലപ്പോൾ ഈ നൂറ്റാണ്ടുക്കുള്ള ആദ്യത്തെ അവസാനത്തെയും ചിരിയേക്കാരോ എന്നൊക്കെ. അപ്പോൾ നമ്മൾ ചിരിക്കണം. ഒരു മുഅ്മിനാണോ അവൻ പല്ല് പുറത്ത് കാട്ടി അവൻ പുഞ്ചിരിച്ചിരിക്കണം. അതൊന്നും നമ്മൾ നിസ്സാരമായിട്ട് തള്ളാൻ പറ്റുന്നതല്ല. നമുക്ക് ചിരിക്കാൻ കഴിയണില്ലെങ്കിൽ നമുക്ക് ചിരിക്കാൻ കഴിയൂല എന്ന് തന്നെയാണ്. നമ്മളിപ്പോൾ ചിരിക്കുമ്പോൾ വേറൊരുത്തൻ കാണുന്നല്ലേ വിചാരിക്കണേ. നമുക്ക് ചിരിക്കേണ്ട ഒരു അവകാശം വേറെ ആരും കണ്ടില്ലെങ്കിൽ ഒറ്റയ്ക്ക് ഇരുന്ന് ചിരിക്കേണ്ട അവസരം വരൂലേ, അതുകൂടി ഇല്ലായിട്ടാണ് പുഞ്ചിരിക്കാത്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ കിടന്ന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിരിക്കുമായിരുന്നു. പ്രവാചകൻ്റെ കൂടെ കിടക്കുമ്പോൾ പ്രവാചകൻ്റെ ഹൃദയഭാഗത്ത് നിന്ന് ചട്ടിയിൽ എണ്ണ തിളക്കുന്നത് പോലെയുള്ളൊരു ശബ്ദം ഞാൻ എപ്പോഴും ശ്രവിച്ചിരുന്നു. അതെന്താണ്? വിഷമങ്ങളാണ്. ആ വിഷമങ്ങൾ നിലനിർത്തിക്കൊണ്ട് തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പുഞ്ചിരിച്ചു. മാത്രമല്ല ചെറിയവരെയും അടിമകളെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിഗണിച്ചു. ഒരു 15 മിനിറ്റ് കൂടി ഇരിക്കാമല്ലോ അല്ലേ? ബുദ്ധിമുട്ടില്ലല്ലോ? ഇല്ല, നിങ്ങളുടെ യാത്ര ഒക്കെ ഞാനും നോക്കുകയാണ്, നിങ്ങളുടെ ഒരു വിഷമം ഉണ്ടാക്കണ്ടായിരുന്നു. കാരണം നബിൻ്റെ നല്ല സ്വഭാവം പറഞ്ഞിട്ട് അവസാനം എൻ്റെ ഒരു ദുസ്വഭാവമായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ റസൂൽ ചെറിയവരെയും അടിമകളെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീന പള്ളിയിലേക്ക് ഓടിപ്പോകുമ്പോൾ, നിസ്കാരത്തിന് വേണ്ടി ഓടിപ്പോകുമ്പോൾ ഒരു അടിമപ്പെണ്ണ് ഒരു അടിമക്കുട്ടിനെ, ഒരു തെരുവ് കുട്ടിയെ പ്രവാചകൻ്റെ അടുക്കലേക്ക് പറഞ്ഞയച്ചൊരു നിമിഷമുണ്ട്. ഒന്ന് പോയി നോക്ക്, വലിയ നബിയാന്നൊക്കെ പറഞ്ഞു ഒന്ന് ചെന്നോക്കാൻ. നബി ഇതൊന്നും അറിയണില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പള്ളിയിലേക്ക് പോകുന്നതൊക്കെ എടുത്ത് പോകുമ്പോൾ ഒരു കറുത്ത് കരുവാളിച്ച് കയ്യുമ്മലും മണ്ണൊക്കെ പിടിഞ്ഞ നമ്മൾ പറയുന്ന ഒരു അണ്ണാച്ചി കുട്ടി പോലെയുള്ള ഒരു കുട്ടി ഓടി വന്ന് പ്രവാചകൻ്റെ കയ്യിൽ പിടിച്ചു. എന്നിട്ടോ ഫതഅഖുദു ബിയദിഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലിൻ്റെ കയ്യ് പിടിച്ചു. ഫമാ യൻസഉ യദഹു മിൻ യദിഹാ ഹത്താ തദ്ഹബ ബിഹി ഹൈസു ശാഅത്. അവൾ റസൂലിൻ്റെ കൈ കൊണ്ട് എന്തൊക്കെ കാണിക്കാൻ അവൾ ഉദ്ദേശിച്ചുവോ അതൊക്കെ കാണിക്കുന്നത് വരെയും പ്രവാചകൻ ആ കൈ മാറ്റാൻ ശ്രമിച്ചതേയില്ല. ചിലപ്പോൾ വിരലുടിച്ച് പൊട്ടിച്ചാണ്, ചിലപ്പോൾ അങ്ങോട്ട് വളച്ചാണ്. ചെറിയ കുട്ടികളൊക്കെ ആകുമ്പോൾ അല്ലേ, ചിലപ്പോൾ അങ്ങോട്ട് തിരിച്ചാണ്, ചിലപ്പോൾ ഈ വിരലുടിച്ചിട്ട് മറ്റേ വിരലിൻ്റെ ഉള്ളിലേക്കാകെ പ്രവാചകൻ അതുവരെയും. അപ്പോൾ ആ അടിമ സ്ത്രീയുടെ മനസ്സിലുണ്ടായിരുന്ന ഇസ്ലാമിനെക്കുറിച്ചുള്ള ആ ധാരണയുടെ ആ മാറ്റം എത്രയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും വട്ടത്തിലിരിക്കുമ്പോൾ ഒരു ജൂത പെൺകുട്ടി ഒരു കുലം മുന്തിരിങ്ങ കൊടുന്നെടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമൻ്റെ കൈ കൊടുത്തെടുത്ത് റസൂലുള്ളാഹിക്ക് ഒന്ന് എടുത്തിട്ട് പ്രവാചകൻ്റെ വായിലേക്ക് വെച്ചു കൊടുത്തു. പ്രവാചകൻ തിന്നു. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തവും റസൂൽ തന്നെ തിന്നു. സഹാബികളൊക്കെ വട്ടത്തിലുണ്ട്. മൂന്നാമത്തവും റസൂൽ തന്നെ തിന്നു. അങ്ങനെ ഒരു 10-20 മുന്തിരിങ്ങ മുഴുവൻ റസൂൽ തന്നെ തിന്നു. സഹാബികൾ തന്നെ അടുത്തെങ്കിലും ഞങ്ങൾക്ക് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിങ്ങനെ കാത്തുനിന്നു. പക്ഷേ കിട്ടിയില്ല. എല്ലാം കഴിഞ്ഞ് റസൂലുള്ളയോട് ഇവരെ ചോദിച്ചും കൂടെ എന്തോ ഉണ്ടാവുമല്ലോ. അവസാനം ആ പെൺകുട്ടി പോയതിന് ശേഷം റസൂൽ ആദ്യം തന്നെ എഴുന്നേറ്റെന്ന് പറഞ്ഞു, നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാകുക ഇന്നേ ഞങ്ങൾക്ക് തരാത്തതെന്നാണ്. ഞാൻ വായിലിട്ടോടുകൂടി എൻ്റെ നാവ് കോടിപ്പോയി പുളിക്കുന്നൊരു മുന്തിരിയാണ്. ഞാൻ വായിലിട്ട് ഒന്ന് മുഖം ചുളിച്ചില്ല. പക്ഷേ രണ്ടാമത്തത് ഞാൻ സുന്ദരമായി തിന്നു. കാരണം ആദ്യം തന്നെ പുളിയാണെന്ന് ഉറപ്പ് വരുത്തി പിന്നുണ്ടല്ലോ ഒരു ശരി. നിങ്ങൾക്കൊക്കെ ഓരോന്ന് തരുമ്പോൾ നിങ്ങളൊക്കെ ആ മുഖം ചുളിക്കുമ്പോൾ ഈ കുട്ടി നിങ്ങളെ മുഖത്തൊക്കെ നോക്കിയിട്ട് ആ ജൂത പെൺകുട്ടിയോട് ഇസ്ലാമിൻ്റെ മുഖം ചുളുങ്ങിപ്പോകുമ്പോൾ ഉണ്ടാകുന്ന ആ തെറ്റിദ്ധാരണയെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഭയപ്പെട്ടു. വളരെ ശ്രദ്ധിച്ചുകൊണ്ട് മതേതര ജനാധിപത്യ രാജ്യത്ത് മുസ്ലിങ്ങളായ വിശ്വാസികളായ നിങ്ങൾ ശ്രദ്ധിച്ചു പോരുന്ന പക്വത തന്നെയാണ് പല സന്ദർഭങ്ങളിലും എരിതീയിൽ എണ്ണയൊഴിക്കാൻ കാത്തുനിന്നപ്പോൾ സമാധാനത്തിനു വേണ്ടി കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തു നിൽക്കുന്ന നിങ്ങളുടെയൊക്കെ ധന്യമായ നിമിഷങ്ങൾ തന്നെയാണ് ഈ രാജ്യത്തെ മതേതര ജനാധിപത്യ സമാധാനത്തെ നിലനിർത്തുന്നത്. ഒരു മുസ്ലിം അങ്ങനെ തന്നെയാണ് ജീവിക്കേണ്ടത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാവരെയും പരിഗണിച്ചു. ചെറിയ കാര്യം പോലും ചോദിക്കുമായിരുന്നു എന്നാണ് അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യണം. എനിക്കൊരു സഹോദരനുണ്ടായിരുന്നു. പ്രവാചകൻ ഞങ്ങളുടെ അടുക്കലേക്ക് വരും, എന്നിട്ട് എന്നോട് എൻ്റെ കാര്യങ്ങൾ ചോദിക്കും. എൻ്റെ അനിയനോട് പ്രവാചകൻ ചോദിച്ചു, യാ അബാ ഉമൈർ മാ ഫഅലൻ നുഗൈർ. നബി ചോദിക്കുന്ന ആ ചോദ്യം എന്താ ചോദിച്ചത്? യാ അബാ ഉമൈർ, യാ അബൂ ഉമൈറേ മാ ഫഅലൻ നുഗൈർ. നിന്റെ ആ ചുവപ്പ് ചുണ്ടുള്ള തത്ത ഇപ്പോൾ എന്തു ചെയ്യുന്നു
എന്താണ് നമ്മളൊക്കെ ചിലപ്പോൾ അമ്മമാരൊക്കെ ആയിട്ട് ചില പുരയിലൊക്കെ പോയാലുണ്ടാവും. കുട്ടികൾ പറയും അമ്മോൻ വരുന്നുണ്ട്, അമ്മോൻ വരുന്നുണ്ട്, അമ്മോൻ വരുന്നുണ്ട്, അമ്മോൻ വരുന്നുണ്ട്, കണ്ണൊക്കെ ഉരുട്ടിക്കും. അവസാനം കുട്ടികൾ ചോദിച്ചാൽ അമ്മോ വന്നു, അമ്മോ അമ്മോ പോവുകയും ചെയ്തു. നമ്മൾ വലിയ വലിയ കാര്യങ്ങളൊക്കെ ചോദിച്ചു. അതിൻ്റെ ഇടയ്ക്ക് ആ വീട്ടിലുള്ള ചെറിയ എത്രല്ല പഠിക്കണേ, ഈ 2ലാ മദ്രസിൽ 2 അത് ശരി, നന്നായി പഠിക്കണം കേട്ടാ എന്നൊക്കെ പറഞ്ഞ് എല്ലാവർക്കും ഒരു നമ്മളെയൊക്കെ ചില കുട്ടികളില്ലേ നാട്ടിലൊക്കെ ചില ജനപ്രതിനിധികളൊക്കെ വന്ന് കൈ കൊടുത്തതിൻ്റെ സന്തോഷമൊക്കെ പിന്നെ പറഞ്ഞു കൊടുക്കും. മന്ത്രി ഒന്ന് എനിക്ക് കയ്യെന്ന് ഇനി ഞാൻ എൻ്റെ ജീവിതത്തിൽ മുഴുവനാക്കാൻ വോട്ട് കൊടുക്കുക എന്നൊക്കെ പറയുന്ന കുട്ടികളുണ്ട്. ഒന്നും ഉണ്ടായിട്ടല്ല, ഒരു കയ്യിൻ്റെ. അപ്പോൾ ചെറിയ ചെറിയ അറ്റൻഡിങ് ഒക്കെ ചെറുത് ആവശ്യമാണ്. ചെറിയ അറ്റൻഡിങ്, ചെറിയ കുട്ടി, ആ വീട്ടിലെ ഇപ്പം ജനിച്ചൊരു കുട്ടി ഉണ്ടാവും, ആ കുട്ടിക്ക് കൂടി നിങ്ങളൊരു ഉമ്മയൊക്കെ കൊടുത്തിട്ട് അപ്പോഴാണ് നമ്മളെന്താകുക, ഒരമ്മോനാകുക. അല്ലെങ്കിൽ നമ്മളൊരു അമ്മോനേ ആവുള്ളൂ. ഒരമ്മാവൻ ആയിത്തീരുന്നത്, ഒരളാപ്പയാകുന്നത്, ഒരു മൂത്താപ്പയാകുന്നത്. അവിടെയുള്ള എല്ലാവരെയും പരിഗണിക്കുക. നമ്മൾ ഭക്ഷണത്തിന് ഇരിക്കുമ്പോൾ അവിടെയുള്ള കുട്ടികളെ ആ വീട്ടുകാരൻ പോയാണ് അമ്മോൻ വന്നിട്ട്, അപ്പോൾ അവരൊക്കെ വിളിച്ചിട്ട് വട്ടത്തിലിരുത്തുക. എന്നിട്ട് അതൊക്കെ ഭയങ്കര ഒരു പറയുക, മൂപ്പറ് വന്ന് ഭയങ്കര നമുക്ക് പപ്പടമൊക്കെ കിട്ടും, മറ്റൊക്കെ തിന്നു കഴിഞ്ഞിട്ടല്ലേ ബാക്കി ഉണ്ടാകുക, അതൊക്കെ കിട്ടും. അവർക്കൊരു ഭയങ്കര ഇഷ്ടമാണത്. അപ്പോൾ പ്രവാചകൻ അങ്ങനെയായിരുന്നു എല്ലാവരെയും. ഭാര്യ റസൂൽ സ്വല്ലമയും ആയിഷ റളിയല്ലാഹു നടക്കുമ്പോൾ റസൂൽ മുന്നിൽ നടക്കൂലായിരുന്നു ഒരിക്കലും. ആയിഷ റളിയല്ലാഹുവിൻ്റെ ഒപ്പമാണ് നടക്കുക. എന്തിനറിയോ? ഇടയ്ക്കിടയ്ക്ക് നോക്കുക, ആരും തട്ടിക്കൊണ്ടുപോകണോണ്ടല്ല. ക്ഷീണിച്ചിട്ടുണ്ടോ, ഛർദ്ദിക്കാൻ വരുന്നുണ്ടോ. നമ്മളെന്ത് ചെയ്യുന്നറിയോ, നമ്മൾ ആദ്യമൊക്കെ ബസ്സിലിരുത്തൊക്കെ ഇരുത്തും. പിന്നെ ഒരു 5 കൊല്ലം കഴിഞ്ഞാൽ ഓള് വേറെ ബസ് കയറി പോയാലും നമുക്ക് വലിയ ബേജാറൊന്നുമില്ല. എന്നിട്ട് കണ്ടക്ടർ പറയും ഏതോ ഒരു താത്തണ്ട് മുന്നിൽ നിന്ന് ഛർദ്ദിച്ച്, എന്നാൽ അവളോടെ ആ ഷട്ടറൊന്ന് താത്തി ഛർദ്ദി, അവസാനം ഇറങ്ങാൻ നേരെ കഴിയും ഛർദ്ദിച്ച് കഴിഞ്ഞാൽ അവനാൻ്റെ പെണ്ണുങ്ങളാന്നൊക്കെ നമ്മൾ അറിയണം. റസൂൽ ഒപ്പം സഞ്ചരിക്കുമ്പോൾ ആയിഷ റളിയല്ലാഹു ഇടയ്ക്കിടയ്ക്ക് നോക്കും. മുഖത്ത് ചുവപ്പ് വന്നു കഴിഞ്ഞ് ക്ഷീണം വന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു പറഞ്ഞു, നീ ഇനി മുന്നിൽ നടന്നോ, ഞാൻ പിറകിൽ നടക്കാം. എന്തിനാണത്? ആ സ്പീഡിനനുസരിച്ച്. ഒരു മനുഷ്യൻ ചോദിച്ചില്ലേ, അല്ല ഇവിടെ കക്കോടി എത്താൻ എത്ര സമയം വേണ്ടിയിരുന്നു? ഇയാളൊന്നും പറഞ്ഞില്ല. ഇയാളോടുള്ള ദേഷ്യത്തിന് ഭയങ്കര സ്പീഡിൽ നടന്നതാണ്. അപ്പോൾ മറ്റുള്ള പറഞ്ഞു ഏകദേശം അരമണിക്കൂർ കൊണ്ടെത്തും. അതെന്താ നിങ്ങൾ ആദ്യം നിങ്ങളൊട്ട് സ്പീഡിൽ നടക്കണ്ടോന്ന് അറിയണ്ടേ, നല്ലത് സമയം പറയാൻ പറ്റുള്ളൂ. ഇതേപോലെ നമ്മൾ വളരെ ശ്രദ്ധിച്ച് അവരെ ഒന്ന് പരിഗണിക്കണം അല്ലേ. ആയിഷ റളിയല്ലാഹു തമ്മിൽ ഓട്ടമത്സരം നടത്തിയിട്ട് ആയിഷ റളിയല്ലാഹു അൻഹ അന്ന് ജയിച്ചു, നബി തോറ്റു. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മെലിഞ്ഞു, ആയിഷ റളിയല്ലാഹു കുറച്ച് തടിച്ചു. ആയിഷ റളിയല്ലാഹു അൻഹയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, നമുക്ക് കടന്നു തീർക്കണ്ടേ, ഒന്ന് ഓടി നോക്കല്ലേ. ഓടി. ആയിഷ റളിയല്ലാഹു തോറ്റു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജയിച്ചു. ഉസൈൻ ബോൾട്ടൊന്നും ആയിട്ടൊന്നല്ല, ജീവിതത്തിൻ്റെ ധന്യ നിമിഷങ്ങളായിരുന്നു അതൊക്കെ. അവസാനം ചോദിച്ചു പ്രവാചകൻ എങ്ങനെയുണ്ട്. അപ്പോൾ ആയിഷ ശരി, പകരം വീട്ടിയതേക്കാരല്ലേ എന്നൊരു സന്തോഷം അവിടെയൊക്കെ ആയിരുന്നു. പ്രവാചകൻ്റെ ഒരു വീട്, ഒരു കുടുംബമൊക്കെ സജീവമായി പോയിരുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എളുപ്പം കൊടുക്കുന്നു. ആയിഷ റളിയല്ലാഹു പറയാണ്, മാ ലറബൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇംറഅതൻ ഖത്വൻ, പ്രവാചകൻ ഒരു ഭാര്യയെയും ഒരു സ്ത്രീയെയും അടിച്ചിട്ടില്ല. വലാ ലറബ ഖാദിമൻ ഖത്വൻ, പ്രവാചകൻ ഒരു സേവകനെയും അടിച്ചിട്ടില്ല. വലാ ലറബ ബിയദിഹി ശൈഅൻ ഖത്വൻ, ഒന്നിനെയും ഒരു ജീവിയെയും പ്രവാചകൻ അടിച്ചിട്ടില്ല. ഇല്ലാ അൻ യുജാഹിദ ഫീ സബീലില്ലാ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധർമ്മസമരം ചെയ്തപ്പോൾ അള്ളാഹുവിൻ്റെ അനുവാദത്തോടു കൂടി ചെയ്തതല്ലാത്ത മറ്റൊന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തിട്ടില്ലായിരുന്നു. പ്രവാചകൻ ഒച്ചയും വിളിയും കോലാഹലവും ഉണ്ടാക്കി എല്ലായിടത്തും ഒരു വിഷമുണ്ടാക്കി നടക്കുന്ന ആളായിരുന്നില്ല. കാനൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂദർ റളിയല്ലാഹു അൻഹു പറയാണ്, ബി അമ്മി വ ഉമ്മി, എൻ്റെ ഉമ്മിയും ബാപ്പനെ പോലെ ആയിരുന്നു ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമനെ കണ്ടിരുന്നത്. ലം യകുൻ ഫാഹിശൻ വലാ മുത്തഫഹിശൻ, പ്രവാചകൻ ആക്ഷേപം ഉന്നയിക്കുകയും ഇല്ലാത്ത കാര്യങ്ങൾ പറയുകയും അതേപോലെ ആക്ഷേപിക്കുകയും മാത്രമല്ല തിന്മയാകുന്ന കാര്യങ്ങൾ പറഞ്ഞു പരത്തിയൊന്നും ചെയ്യുന്ന അങ്ങനത്തെ ഒരു വ്യക്തിയായിരുന്നില്ല. വലാ സഹാവൻ ഫിൽ അസ്വാഖ്, അങ്ങാടിയിൽ ഒച്ചയും വിളി ഉണ്ടാക്കി കോലാഹലം ഉണ്ടാക്കുന്ന ദൂതനുമായിരുന്നില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ അങ്ങാടികളിലൊക്കെ പെരുമാറുമ്പോൾ നമ്മളൊരു പ്രത്യേക തരത്തിലൊക്കെ ആവാറുണ്ട്. ചിലപ്പോൾ അങ്ങനെ ആവാൻ പാടില്ല, ഒച്ചയിടാൻ പാടില്ല, കോലാഹലം ഉണ്ടാകാൻ പാടില്ല. നമ്മൾ ഇപ്പോൾ വളരെ ശ്രദ്ധിച്ചുകൊണ്ട് ഒരു മുസ്ലിം തർക്കപരിഹാരം ഓതുന്ന പ്രവാചകൻ വളരെ വളരെ ശ്രദ്ധിച്ചുകൊണ്ടായിരുന്നു മുന്നോട്ട് പോയിരുന്നത് അല്ലേ. നോക്കൂ നിങ്ങൾ, അബ്ദുല്ലാഹി ഇബ്നു സുഹൈർ റളിയല്ലാഹു അൻഹു അൻസാരിയും തമ്മിൽ ഒരു തർക്കമുണ്ടായി. വെള്ളം നനക്കാൻ തരുന്നില്ല എന്നായിരുന്നു അൻസാരിയുടെ പരാതി. അപ്പോൾ അൻസാരി അങ്ങനെ പരാതി പറഞ്ഞപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു സുഹൈറിനെയും അൻസാരിയെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചിട്ട് രണ്ടാളെയും വിളിച്ചിട്ട് പറഞ്ഞു, എന്താണ് നിങ്ങളുടെ പ്രശ്നം? അപ്പോൾ താഴെയുള്ളവന് വെള്ളം കിട്ടുന്നില്ല, മുകളിലുള്ളവൻ നനച്ച് വെള്ളം
കൊടുക്കുന്നില്ല എന്നായിരുന്നു. അപ്പോൾ റസൂൽ അലൈഹി സ്വലം ഇടപെട്ടു. റസൂൽ പറഞ്ഞു, ഇസ്കിയ സുബൈറെ, എൻ്റെ കൃഷി നനക്കണമല്ല, ഞാൻ മോനെ ഉണങ്ങിപ്പോവും, എൻ്റെ കൃഷി എന്ത് ചെയ്യണം, ഇത് നനക്കണം കേട്ടോ. നനച്ചിൻ്റെ കുറ്റാണ് മറ്റവന് പറയാനുള്ളത്. അപ്പോൾ ഇവനോട് പറയും, ഇത് നല്ലോണം നനക്കണട്ടാ, എന്നിട്ടോ എന്നിട്ട് വേണമെങ്കിൽ കുറച്ച് വെള്ളം ഈ തടുത്തിട്ട് കുറച്ച് ഉയരത്തിൽ വേണമെങ്കിൽ വെള്ളം കുറച്ച് നിർത്തിയും ചെയ്തോ. അപ്പോൾ മൂപ്പർക്ക് സന്തോഷമായി, നബിൻ്റെ ഒപ്പാന്നുള്ള അത് കഴിഞ്ഞാൽ വെള്ളം ബാക്കിയാവലോടോ, അതെൻ്റെ അയലോക്കാരന് കൊടുക്കണ്ടെങ്കിൽ, അതല്ലെങ്കിൽ ആ കൃഷി ഉണങ്ങിപ്പോവില്ലേ. എന്തൊരു പറഞ്ഞാൽ മനസ്സിലാകുന്ന രൂപത്തിൽ. നമ്മളും ചില പ്രതിസന്ധികളൊക്കെ വരുമ്പോൾ സമൂഹമേ ആലോചിക്കുക, നമ്മൾ അതൊക്കെ ചില പ്രതിസന്ധികളൊക്കെ ഉണ്ടാകുമ്പോൾ പണ്ഡിതർക്ക് പറഞ്ഞാൽ മനസ്സിലാകുന്ന രൂപത്തിൽ നമ്മുടെ ഗുരുനാഥന്മാർ ഇരുത്തി ചർച്ച നടത്തി അവസാനം ഒരു വിധി എഴുതാൻ പറഞ്ഞപ്പോൾ അതിൽ ഞാൻ ഒപ്പിടുകയില്ല എന്ന് പറഞ്ഞു ബഹുമാന്യ ഗുരുനാഥൻ പുറത്തിറങ്ങിയപ്പോൾ നമ്മളിൽപ്പെട്ട ഒരു ബഹുമാന്യ ഗുരു പറഞ്ഞു, ബഹുമാന്യ മൗലവി, നിങ്ങൾ ഇപ്പോൾ അങ്ങനെ പുറത്തിറങ്ങില്ലേ, ഒപ്പിടാതെ നിങ്ങൾ പുറത്തിറങ്ങിയാൽ നിങ്ങളെ ഒരു സമൂഹം പുറത്ത് ദുരുപയോഗം ചെയ്യാൻ കാത്തിരിക്കുന്നുണ്ട് മൗലവി. സക്കരിയ മൗലവി നിങ്ങളെ കാത്തിരിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ പോകരുത്. ആ പക്വമായ സംസാരം നമ്മുടെ നേതൃത്വത്തിൽ നിന്നുണ്ടായതല്ലേ നമ്മൾ ആലോചിക്കേണ്ടത്. എന്നിട്ട് പുറത്തുപോയി അത് ദുരുപയോഗം ചെയ്യപ്പെട്ടു. അവസാനം ആ ഗുരു തന്നെ പറയുന്നു, എനിക്കത് മനസ്സിലാകേണ്ടതായിരുന്നു. അപ്പോൾ പക്വമായ വാക്കുകളെ നമുക്ക് പക്വമായി തന്നെ സ്വീകരിക്കാം, അപക്വമായതല്ല. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് വേണ്ട വിധം കൈകാര്യം ചെയ്യുകയും അത് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് അയാളുടെ പ്രശ്നത്തെ തീർത്തുകൊണ്ട് വെള്ളം കൊടുക്കുകയും ചെയ്തു. കുട്ടികളോടും സ്ത്രീകളോടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ സലാം പറയാറുണ്ടായിരുന്നു. അന്നൻ നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മറ ബിനിസ്വ ഫസല്ലമ അലൈഹിന്ന, സ്ത്രീകളുടെ അടുക്കൽ കൂടി നടന്നു പോകുമ്പോൾ പ്രവാചകൻ സലാം പറഞ്ഞു. നമ്മുടെയൊക്കെ നാട്ടിൽ ചില മദ്രസകളിൽ ഒരു സംശയമുണ്ട് എന്ന് തോന്നുന്നു, ആണുങ്ങൾ പെണ്ണുങ്ങളോട് സലാം പറയാൻ പാടില്ല, അതുകൊണ്ട് മൗലവിമാരൊന്നും വീട്ടിൽ വരുമ്പോൾ സലാം പറയാറില്ല. അത് പ്രവാചക ചര്യയിൽ അങ്ങനെയല്ല. പ്രവാചകൻ സ്ത്രീകളോട് സലാം പറയുമായിരുന്നു, മടക്കുമായിരുന്നു. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെറിയ കുട്ടികളോടും അസ്സലാമു അലൈക്കും വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. അപ്പോൾ നമ്മളും ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു ചെറിയ കുട്ടിയോ, ഇപ്പോൾ നമ്മളൊക്കെ അല്ലേ നിങ്ങളെയൊക്കെ കാണുമ്പോൾ ചിലർ ഇങ്ങനെ നോക്കും, കയ്യൊക്കെ സലാം പറയാം. അപ്പോൾ ആ കുട്ടിയോട് അസ്സലാമു അലൈക്കും വഅലൈക്കും അസ്സലാം. കുട്ടികളെ മനസ്സൊക്കെ ആയിരിക്കും ചിലപ്പോൾ എന്ത് ചെയ്യും, നിഷ്കളങ്കമായ മനസ്സ്. മയക്ക് വേണ്ടിയുള്ള നിസ്കാരത്തിന് ഇങ്ങനെ ഒരുങ്ങിയൊക്കെ നിന്ന് എല്ലാവരും മൈതാനത്തൊക്കെ എത്തിയപ്പോൾ എല്ലാവരും മൈതാനത്തൊക്കെ വന്നപ്പോൾ ഒരു 4 വയസ്സായ കുട്ടി ഉണ്ടല്ലോ, ഒരു പുള്ളിക്കൂടെ കയറ്റി വന്നിങ്ങനെ മയക്ക് വേണ്ടിയുള്ള നിസ്കാരത്തിന് വന്നതല്ലേ. അപ്പോൾ എല്ലാവരും പുള്ളിക്കൂടെ കയറ്റി വന്നു. അപ്പോൾ ഇവരും കുട്ടി ഇങ്ങനെ എല്ലാവരും നോക്കണം, മയക്ക് വേണ്ടിയുള്ള നിസ്കാരത്തിന് വരുമ്പോൾ ആരും കൊടി തീർത്തിട്ടില്ല. അവസാനം എല്ലാവരും ശ്രദ്ധിച്ചത് ഈ കുട്ടിനെയാണ്. ഇവൻ അള്ളാഹുവിലുള്ള വിശ്വാസത്തിൻ്റെ ഒരു വില നോക്കി. ഈ പോണ അമ്മക്ക് തന്നെ അറിയാം നമ്മളൊന്നും പോയി കാരണമായിട്ടില്ല. കുട്ടിക്കറിയാം ഞാൻ നിഷ്കളങ്കരാ, പറഞ്ഞാൽ മൈജു പോരണമെങ്കിൽ കുടവാണോ, അതാണ്. അപ്പോൾ നമ്മൾ അസ്സലാമു അലൈക്കും അങ്ങനത്തെ കുട്ടികളോട് പറഞ്ഞാൽ അതാണ് വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രവാചകൻ കുട്ടികളോട് പ്രത്യേകം തന്നെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വീട്ടിൽ ദേഷ്യപ്പെടുമായിരുന്നു. നമ്മളൊക്കെ ദേഷ്യപ്പെട്ട ജില്ലാ കളക്ടർ വരെ അറിയും. പ്രവാചകൻ്റെ ദേഷ്യം ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ഭാര്യ പറയാണ്, കാനൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഗളിബ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ദേഷ്യപ്പെട്ടാൽ ചട്ടിയും കുടുക്കുകയൊക്കെ എറിഞ്ഞുടക്കുമായിരുന്നു എന്നല്ല, അഹ്മറ വജ്ഹഹു, മുഖം അല്പം ചുവക്കും. നബിൻ്റെ നിറമൊന്നും ഇങ്ങനെ നോക്കിയാൽ മതി. അപ്പോൾ അല്പം ചുവന്നിക്കണമെങ്കിൽ എന്തോ ചെറിയ പ്രശ്നമുണ്ട്. ആ ദേഷ്യം മാറിയാലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖം തെളിയുമായിരുന്നു അല്ലേ. നമ്മളെയൊക്കെ വീട്ടിൽ ഗ്യാസിൻ്റെ പൈപ്പ് അടക്കം ഊരിയെറി, പിന്നെ അതിൻ്റെ തെരഞ്ഞെടുക്കേണ്ടത് നമ്മൾ തന്നെയാണ് അല്ലേ. അപ്പം അങ്ങനെയല്ല, ദേഷ്യപ്പെടുന്നതിനും ഇസ്ലാമികമായ ഒരു മാനമുണ്ട്. അവിടെ മുഖം ചുവന്നു തുടുക്കും, അപ്പോൾ കുടുംബത്തിനറിയാം എന്തോ സംഭവിച്ചിട്ടുണ്ട്. മാത്രമല്ല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അൽഹംദുലില്ലയുടെ കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ റആ മാ യുഹിബ്ബു, പ്രവാചകൻ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ സംഭവിക്കുന്നത് കണ്ടാൽ ഖാല അൽഹംദുലില്ലാ ലില്ലാഹില്ലദീ ബിനിഅമതിഹി തതിമ്മുസ് സ്വാലിഹാത്ത്, എല്ലാ നന്മകളും പൂർത്തീകരിച്ച് തരുന്ന ആ അള്ളാഹുവിനാകട്ടെ സർവ്വസ്തുതിയുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമായിരുന്നു. പ്രവാചകൻ നല്ലൊരു അധ്യാപകനായിരുന്നു. മുആവിയത്ത് ബിൻ ഹക്കം റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ പള്ളിയിൽ നിസ്കരിക്കുമ്പോൾ ഒരാൾ തുമ്മിയപ്പോൾ അയാൾ അൽഹംദുലില്ലാ ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ ഞാൻ റസൂലുള്ളാഹിയിൽ നിന്ന് പഠിച്ച സുന്നത്ത് വെച്ചിട്ട് ഞാൻ ഇർഹമുക്കുമുല്ലാ എന്ന് പറഞ്ഞു പോയി. ഇർഹമുക്കുമുല്ലാ എന്ന് പറഞ്ഞു പോയി. നിസ്കാരം കഴിഞ്ഞപ്പോൾ ചിലരെന്നെ കണ്ണുകൊണ്ട് തല്ലി. എങ്ങനെ കണ്ണുകൊണ്ട് തല്ലുക, എന്താണ് അയ്യോ പറഞ്ഞതെന്നുള്ള നിലക്ക്. ചിലരെന്നെ കൈ കൊണ്ട് തോണ്ടി,
ചിലരെന്നെ കൈ കൊണ്ടടിച്ചു. ഇനി ആരുടെ ബാക്കി വരാനുള്ളൂ അറിയോ? ഇമാം എന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. അതും കൂടി കിട്ടിയിട്ട് പോകാം. ചിലപ്പോൾ റസൂലുള്ളാഹിൻ്റെ ചെവി ഒടിച്ചലേക്കാരൻ കരുതി ഇങ്ങനെ കാത്തിരിക്കുക, അതും കൂടെ കിട്ടിയിട്ട് പോകാതിരുതി മൂപ്പറവിടെ ഇരുന്നു. ചിലരെന്നെ തല്ലി, ചിലരെന്ത് ചെയ്തു, ചിലരെന്നെ തോണ്ടി, ചിലരെന്നെ കൈകൊണ്ട് അമർത്തി ഉന്തി ഒക്കെ ചെയ്തു. എനിക്ക് തോന്നിപ്പോയി ഇത് അബദ്ധം തന്നെ ആയിപ്പോയി, ഇതെന്തേപ്പത്, ഞാനും അയാൾ തുമ്മിണീന് അയാൾക്കില്ലാത്ത എന്തിനെ പിന്നെ ഞാൻ ഇറമുക്കൊള്ള പറയാൻ പോയത് എന്നൊക്കെ പിന്നെ എനിക്ക് തോന്നി. പക്ഷേ അപ്പോഴേക്ക് ഇതൊക്കെ സംഭവിച്ചു പോയല്ലോ. അങ്ങനെ ഇനി നബിൻ്റെ ചീത്ത കൂടി കേൾക്കാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുമ്പോൾ പ്രവാചകനൊന്നും പറഞ്ഞില്ല. അപ്പോൾ വിചാരിച്ചോലോ എന്നാൽ എന്തേപ്പത്, അപ്പോൾ പ്രവാചകൻ എല്ലാവരും പോകാൻ കാത്തുന്നതാ. മൂപ്പരെന്തായാലും പോയിവിടല്ലോ, ഇത് കിട്ടാതെ പോയി കൂടല്ലോ, ചീത്തക്ക കാത്തിക്കല്ലേ. അങ്ങനെ എല്ലാവരും പോയപ്പോൾ അദ്ദേഹം പറയാം, എന്നെ പ്രവാചകൻ വിളിച്ചു, തഅൽ യാ മുആവിയ, ഒന്നിങ്ങോട്ട് വരടോ. എന്നിട്ട് വന്നിട്ട് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ഹാദിഹി സ്വലാ, ഇത് നിക്കാരായിരുന്നിട്ടോ, ലാ യസ്ലിഹു ഫിഹാ ശൈഉം മിൻ കലാമിൻ നാസ്, അതിൽ ജനങ്ങളോടൊന്നും സംസാരിക്കാൻ നിസ്കാരത്തിൽ പാടില്ല. ഇന്നമാ ഹുവ തസ്ബീഹു, ഇത് തസ്ബീഹ് ചൊല്ലേണ്ട നേരാണ്. വ തക്ബീറു, തക്ബീർ പറയേണ്ട നേരാണ്. വ തഹ്മീദു, അൽഹംദുലില്ലാ പറയേണ്ട സമയമാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ നിസ്കാരത്തിൽ റുക്കൂയിലും സുജൂദിലൊക്കെ ചൊല്ലുന്നു, അതേപോലെ ഫാത്തിഹയിലൊക്കെ വരുന്ന തഹ്മീദും തക്ബീറും ഹംദും ഒക്കെ അർപ്പിക്കേണ്ട സമയം, അല്ലാതെ ജനങ്ങളോട് സംസാരിക്കേണ്ട സമയമല്ല കേട്ടാ, എന്നാ പോയിക്കോ. അദ്ദേഹം പറയുകയാണ്, എൻ്റെ എന്തൊരു ഗുരുവാണത്, എന്തൊരു ഗുരു. തെറ്റു പറ്റുമ്പോൾ ആ തെറ്റിനെ എന്ത് ചെയ്യാണ്, അവർക്ക് പറഞ്ഞ് ബോധ്യപ്പെടുത്തി മനസ്സിലാക്കി കൊടുക്കുകയാണ്. നമ്മുടെ വീട്ടിലും ചിലപ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കാം, പലതും സംഭവിക്കുമ്പോൾ നമ്മളെന്ത് ചെയ്യാറ്, ആ കുറ്റം പറഞ്ഞ് അവനെ അങ്ങ് ആക്ഷേപിച്ച് അവനെ കളിയാക്കി അവനെ പിന്നെ കുട്ടി എഴുതിയല്ലോ പട്ട് ഒരു രാജാവ് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും വായിച്ച് കുട്ടീനോട് പറയാം, കുട്ടി ഇത് വായിച്ചതിനോട് എല്ലാവരും ചിരിച്ച പട്ട് ഒരു രാജാവ് ഉണ്ടായിരുന്നു. താത്ത വന്ന് വായിച്ച് പട്ട് ഒരു രാജാവുണ്ട്. കുട്ടിക്ക് എന്താ ഈ കുഴപ്പമൊന്നും മനസ്സിലാണില്ല. അവസാനം കുട്ടി എന്ത് ചെയ്യുന്നു, അതിലിങ്ങനെ ആലോചിച്ച് ചിന്തിച്ച് അവസാനം വാപ്പാക്ക് എന്ന് കാണിച്ചു കൊടുത്ത് ഒരു നല്ലൊരു ചിരിയൊക്കെ ചിരിച്ച് അവസാനം വല്ലിപ്പയാണത് തിരുത്തി കൊടുക്കുക. മോനെ ഇത് പണ്ട് നയനു ഈ അങ്ങനല്ലോ വിചാരിച്ച് അത് ഇങ്ങനെയാട്ടോ ഇടുക, ഇത് ടാന്നാണ്. അപ്പോഴാണ് അവിടെയാണ്. അപ്പോൾ പ്രവാചകൻ അങ്ങനെയായിരുന്നു. ദേഷ്യം അടക്കും, മറ്റുള്ളവരോട് അടക്കിക്കുകയും ചെയ്യും. നമ്മൾ വേറെല്ലോരോട് മുണ്ടണ്ടെന്നൊക്കെ പറയാൻ ഞാനും നിങ്ങളും എളുപ്പം. പക്ഷെ അവനാണ് ദേഷ്യം പിടിച്ചാൽ കുതിരട്ടത്ത് കൊണ്ടിടേണ്ടി വരും. അങ്ങനത്തെ ഗതികേട് ഉണ്ടായില്ല. പ്രവാചകൻ അങ്ങനെയല്ല, സ്വയം ദേഷ്യം പിടിക്കില്ല, വേറെല്ലോരുടെ അടക്കും ചെയ്യും. കേട്ടോളൂ, അനസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വീട്ടിൽ ഞങ്ങളെല്ലാവരും കൂടെ ചെന്നപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു ഒരു ഭാര്യ, കഥ നിങ്ങൾ കേട്ടിട്ടുണ്ട്, കഥയുടെ പകുതി എപ്പോഴും നമ്മൾ കേൾക്കുന്നതാണ്. അങ്ങനെ ഒരു ഭാര്യയുടെ വീട്ടിൽ ചെന്നു. അപ്പോൾ ഒരു പാത്രത്തിൽ അല്പം ഭക്ഷണം കൊടുത്തപ്പോൾ മറ്റൊരു സഖി, പ്രവാചകൻ അത് കഴിക്കേണ്ട എന്ന ആൾക്കാർക്ക് ഒന്ന് തട്ടിയപ്പോൾ ഫസഖത്ത തൽഖസ്, ആ പാത്രം എന്ത് ചെയ്തു, താഴെ വീണു പൊട്ടി. ഇൻകസറത്ത്, അത് കഷ്ണമായി. അഖദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കിസ്റത്തെ, പ്രവാചകൻ അതിൻ്റെ 2 കഷ്ണങ്ങൾ എടുത്തു. ഫലമ്മ, എന്നിട്ടിങ്ങനെ പൊട്ടിലേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചേർത്ത് വെച്ചു. എന്നിട്ട് ഫലമ്മ യഹദാഹുമായിലൽ ഉഖറ, ആ ഒരു പാത്രത്തിൻ്റെ ഒരു കഷ്ണം മറ്റേ കഷ്ണത്തിലേക്ക് ഇങ്ങനെ ചേർത്ത് വെച്ചു. ബിഗ് ബാങ് തിയറിയൊക്കെ സ്കൂളിലൊക്കെ പഠിപ്പിക്കണ പോലെ ഇങ്ങനെയായിരുന്നു ഇത് ഉണ്ടായിരുന്നില്ലേ, ഈ പിടി ഇവിടെ ആയിരുന്നില്ലേ, മറ്റേ അടി ഇവിടെ ആയിരുന്നില്ലേ എന്നൊക്കെ പറഞ്ഞാൽ ആ പാത്രത്തിൻ്റെ ഷേപ്പ് ഇങ്ങനെ ഉണ്ടാക്കാൻ നോക്കി. പ്രവാചകൻ എന്ത് ചെയ്തു, ആ ഭക്ഷണമൊക്കെ അവിടെ നിന്ന് എടുത്തിട്ട് ഒക്കെ ഒരുമിച്ച് കൂട്ടിയിട്ട് എന്ത് ചെയ്തു, പിന്നെ ഞങ്ങൾക്കൊക്കെ തന്നും ചെയ്തു. പ്രവാചകനും അത് കഴിച്ചും ചെയ്തു. കുറച്ചൊക്കെ നിലത്തുനിന്നൊക്കെ എടുത്തിട്ട് തന്നെ. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒപ്പം വന്നവരോട് എന്താ പറഞ്ഞറിയോ, ഗാറത്ത് ഉമ്മുക്കു, നിങ്ങളമ്മ കുറച്ച് ചൂടിലാണ്, അത്രയേ പറഞ്ഞുള്ളൂ. ഗാറത്ത് ഉമ്മുക്കു, ഏത് ഉമ്മഹാത്തുൽ മുഅ്മിനീനാണല്ലോ. അപ്പോൾ ഒന്നോരോട് പറയാം, സാരല്ല, നിങ്ങളമ്മ കുറച്ച് ചൂടിലാണ്, അതിപ്പോൾ തണുത്തോളൂ. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാളെ പറഞ്ഞയച്ചു, അതേപോലത്തെ ഒരു പാത്രം സ്വന്തം ഭാര്യയുടെ, വേറൊരു ഭാര്യൻ്റെ വീട്ടിലെ പാത്രമാണല്ലോ പൊട്ടിയേ, അത് കണക്കിൽ വെച്ചാലാന്നൊന്നും പറഞ്ഞു പോയില്ല. വേറെ അതേപോലത്തെ ഒരു പാത്രം അങ്ങാടിയിൽ നിന്ന് കൊണ്ടുവരപ്പെട്ടു. അത് വരുന്നത് വരെയും പ്രവാചകൻ ആ വീട്ടിൽ ഇരുന്നു. ഒരു 350 തൊലാക്ക് ഒന്നിച്ചു പോകേണ്ട സന്ദർഭം കഴിഞ്ഞു. പക്ഷേ അവിടെയൊക്കെ അത് പക്വതയോടെ പാകതയോടെ, ഈ പിന്നീടൊരിക്കലും അങ്ങനത്തെ ഒരു സംഭവം പ്രവാചകൻ്റെ വീട്ടിൽ ഉണ്ടാവുകയില്ല, പടച്ച റബ്ബാണേ സത്യം എന്ന് പറയിപ്പിക്കുന്നത് വരെ ആ ക്ഷമയുടെ അറ്റം പോയി. കാരണം ബോധിപ്പിക്കാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ കൃത്യമായി കൊണ്ടുതന്നെ ആ കാര്യത്തെ ഓർമ്മപ്പെടുത്തുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ
പിന്നെ ശ്രദ്ധിക്കുക. നമുക്കൊക്കെ ചിലപ്പോൾ ഏതെങ്കിലുമൊക്കെ ഒരാളെ വിട്ടുപോയി കാണുമല്ലോ നമ്മൾ കല്യാണം പറയാനൊക്കെ. അപ്പോൾ നമ്മൾ കണ്ട അവരോട് പറയണില്ല പടച്ച റബ്ബേ ഇനിയിപ്പോൾ എന്തൊക്കെ ആവുക വലാക്ക് നോക്കിയാ നമ്മൾ റസൂല ചെന്നിട്ട് പറയൂ കണ്ടില്ല, ഓർമ്മയെന്ന് വിട്ടുപോയതാണ്, മനുഷ്യനല്ലേ, അതുകൊണ്ട് ക്ഷമിക്കണം. പറയാനുള്ളതൊക്കെ വേണം പറയും. എന്നിട്ട് നോക്കൂ നിങ്ങൾ, സഫിയ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ ഒരു ദിവസം ചെല്ലേണ്ടതായിരുന്നു. അന്ന് പ്രവാചകന് ചെല്ലാൻ കഴിഞ്ഞില്ല. അവൾ അല്പം ക്ഷുഭിതയാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിഞ്ഞു. അപ്പോൾ പ്രവാചകൻ പിറ്റേ ദിവസം ചെല്ലുക. മര്യാദ കടന്നുകൊണ്ടിന്നൊന്നല്ല പറഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സലാം പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, യാ സഫിയ ഇന്ന അബാക അലബു അലൽ അറബ്, എൻ്റെ വാപ്പുണ്ടല്ലോ അറബികളെ കൂട്ടത്തിൽ നല്ല ബുദ്ധിയുള്ള ആളായിരുന്നു. എൻ്റെ വാപ്പ അറബികളെ കൂട്ടത്തിൽ നല്ല ബുദ്ധിയുള്ള ആളെ ഫയല എൻ്റെ വാപ്പ എത്ര സേവനം ചെയ്തെന്നറിയോ, ഒരുപാട് ആൾക്ക് ഗുണം ചെയ്തിരിക്കണം. ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. ഇത് ആരാ റിപ്പോർട്ട് ചെയ്യണേ അറിയോ? സഫിയ റളിയല്ലാഹു അൻഹ എന്നെ പറയാം, എൻ്റെ പുരയിൽ വരാൻ റസൂലുള്ള വൈകിയപ്പോൾ ഞാൻ അല്പം ചൂടില്ലാന്നാണ്. എന്നിട്ട് പിറ്റേന്ന് വന്നിട്ട് പറയാം, എൻ്റെ വാപ്പ ഭയങ്കരമായിട്ടോ, നല്ല വാപ്പയായിരുന്നു, ഒരുപാട് ഉപകാരമൊക്കെ ചെയ്ത് കിടക്കും. ചിരി തന്നെ വരുന്നുണ്ട്. അപ്പോൾ ഇത് കേൾക്കുമ്പോഴേ ഇത് തണുപ്പിക്കാൻ വേണ്ടിയാണ്. എൻ്റെ മനസ്സിൽ നിന്ന് ആ ഈർഷ്യം പോകുന്നത് വരെയും എൻ്റെ വാപ്പാൻ്റെ ഗുണത്തെക്കുറിച്ച് റസൂൽ അങ്ങനെ പറഞ്ഞു. നമ്മൾ പെണ്ണുങ്ങൾ ദേഷ്യപ്പെട്ടു തീർക്കുക, നമ്മളെന്താ ചെന്നിട്ട് പറയാം, എൻ്റെ വാപ്പ എന്തേ ചെയ്ത്, നേരെ തിരിച്ചാ പറയാം. അപ്പോൾ നീ ഒന്നും കൂടി അവിടെ കൂടും. അപ്പോൾ വാപ്പാക്കിനെ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. അപ്പോൾ വാപ്പനെ കുറിച്ച് നല്ലത് പറഞ്ഞു കൊടുത്തപ്പോൾ ഭാര്യ എന്ത് ചെയ്യും, തണുത്തോളൂ, ആവട്ടോ എന്തായാലും മൂപ്പര് ഇന്നലെ ഒരു ദിവസം വരാൻ വൈകിയാലും എൻ്റെ വാപ്പാനെ കുറിച്ച് കുറേ പറഞ്ഞല്ലോ, നല്ല മധുരട്ടൊരു ചായ കൊടുക്കാന്നല്ലേ വിചാരിക്കുള്ളൂ. അതായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിച്ചത്. ബാത്റൂമിലേക്ക് കയറുമ്പോൾ മുഹാജിർ ബിൻ ഖന്ദഫ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ ചെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അപ്പോൾ മൂത്രമൊഴിക്കുകയായിരുന്നു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലമയോട് എന്ത് ചെയ്തു, സലാം പറഞ്ഞു. സലാം പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലമ മടക്കിയില്ല. അപ്പോൾ അത് പഠിപ്പിക്കുകയായിരുന്നു, ജനസമൂഹത്തെ പഠിപ്പിക്കുകയാണ്. പ്രവാചകൻ എപ്പോഴും ഈ ഒസുവാസിലാക്കല്ലായിരുന്നു. അത് നമ്മളൊക്കെ ശ്രദ്ധിക്കണം. ജനങ്ങളെ ഒസുവാസിലാക്കലല്ല നമ്മളെ ഡ്യൂട്ടി. പ്രസ്ഥാന പ്രവർത്തകരൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുക. പരമാവധി എന്ത് ചെയ്യുക, ഈ ഒസുവാസ് എന്നുള്ളത് ചെകുത്താൻ്റെ ജോലിയാണ്. നമ്മളെപ്പോഴും എന്ത് ചെയ്യണം, ഒരു കാര്യത്തെക്കുറിച്ച് അത് വ്യക്തതയാക്കി കൊടുക്കുക. അത് സംശയമുള്ളതിൽ നിന്ന് സംശയമില്ലാത്തതിലേക്ക് ക്ഷണിക്കുക. അതാണ് നമ്മുടെ ഒരു ഡ്യൂട്ടിയാണ്. നമ്മൾ കാര്യം പഠിപ്പിക്കാറിന് ഒക്കെപ്പാടെ ഒസുവാസാക്കാതിരിക്കുക, നമ്മൾ ശ്രദ്ധിക്കുക. ഞാൻ വളരെ ചുരുക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലമ അവിടെ നിന്ന് എഴുന്നേറ്റു. ബാത്റൂമിൽ നിന്ന് സലാം മടക്കിയില്ല. പ്രവാചകൻ എഴുന്നേറ്റു. എന്നിട്ട് സുമ്മ എഴുത്തതറയിലേക്ക് അവനോട് പറഞ്ഞു കൊടുക്കുകയാണ്, ഇന്നി കരിഹത്തു അൻ അദ്കുറല്ലാഹ ഇല്ലാ അലാ തുഹരിൻ, ശുദ്ധിയില്ലാത്ത ഒരായി അള്ളാഹുവിനെ ഓർക്കുന്നതിനെ, അള്ളാഹുവിനെ കുറിച്ച് ദിക്ർ ചൊല്ലുന്നതിനെ ഞാൻ വെറുക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ സലാം മടക്കാതിരുന്നത് കേട്ടോ എന്ന് എന്ത് ചെയ്യാണ്, അത് തെറ്റ് തിരുത്തി കൊടുക്കുക. ഞാൻ തെറ്റിദ്ധരിച്ചോട്ടെ, ഓൻ തെറ്റിദ്ധരിക്കുകയാണെങ്കിൽ തെറ്റിദ്ധരിച്ചോട്ടെ, എന്താ അപ്പോൾ തെറ്റിദ്ധരിച്ചാൽ? അങ്ങനെയല്ല, അതിനെ ധാരണയെ മാറ്റി ചുരുക്കുന്നു. കുട്ടികളുടെ കരച്ചിൽ പോലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ട നിമിഷത്തെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടൊന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. കുടുംബത്തിൽ നിൽക്കാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ച ഒരു സന്ദർഭം. മാലിക് ഇബ്നു ഹുവൈരിസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഞങ്ങൾ നബിയുടെ കൂടെ 20 ദിവസം കഴിഞ്ഞു. പഠിക്കാൻ വേണ്ടി, ദീൻ പഠിക്കാൻ വേണ്ടിയൊക്കെ ഇങ്ങനെ കൂടി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കാരുണ്യമുള്ളയാളും സ്നേഹമുള്ളയാളുമായിരുന്നു. ഞങ്ങൾ 20 ദിവസം പ്രവാചകനോടൊപ്പം ഇരുന്നു, പ്രവാചകനോടൊപ്പം കടന്നു, പ്രവാചകനോടൊപ്പം കഴിഞ്ഞുകൂടി. അങ്ങനെ 20 ദിവസം കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ ആയപ്പോൾ ഞങ്ങൾ സംസാരം തുടങ്ങി. നബിക്ക് ഞങ്ങളെ ഭയങ്കര ഇഷ്ടമായി എന്നും ഇനിയും ഞങ്ങളെ അവിടെ തന്നെ നിർത്തുമെന്നും ഞങ്ങൾ വിചാരിച്ചു പോയി. അപ്പം ഞങ്ങളോട് ചോദിച്ചു, അല്ല കളെ നിങ്ങളെ കുടുംബമൊക്കെ എന്താക്കി നിങ്ങൾ? അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ ഇങ്ങനെ കുടുംബത്തെയൊക്കെ ഒഴിവാക്കി ഞങ്ങളിങ്ങനെ പോന്നതാണ്, ഞങ്ങൾക്ക് ദീൻ പഠിക്കണ്ടേ, അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് ശരി. ഫഅഖ്ബർനാഹു പറയിച്ചു, ഇർജിഉ ഇലാ അഹ്ലികും ഫഅഖീമു, നിങ്ങൾ കുടുംബത്തേക്ക് പോയടോ. അത് ശരി, നിങ്ങൾ ഇവിടെ നിന്ന് ഇങ്ങനെ കൂടുക, കുടുംബത്തേക്ക് തിരിച്ചുപോയി അഖീഹിം, എന്നിട്ട് അവരെ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ അവരെ സംരക്ഷിക്കണമെന്ന് പറഞ്ഞു. സൗഹൃദത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടത്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഫഖിദ റജുൽ, സഹോദരന്മാരെ സൗഹൃദ ബന്ധത്തിൽ പ്രവാചകൻ എന്ത് ചെയ്തു എന്നാണ്. പ്രവാചകൻ്റെ ഒരു കൂട്ടുകാരനെ 3 ദിവസം കാണാതിരുന്നാൽ പ്രവാചകൻ സഅല അൻഹു, അവനെക്കുറിച്ച് ചോദിക്കും. 3 ദിവസം നമ്മളൊപ്പം ഉണ്ടാകുന്ന സുഹൃത്ത് 3 ദിവസം കാണാമെന്നാൽ എല്ലാവരോടും ചോദിക്കും, അല്ലോ എവിടെ പോയി, മൂപ്പർ എവിടെ പോയി എന്ന് ചോദിക്കും. വ ഇൻ ഗായിബൻ, അവൻ പോയിട്ടുണ്ട് എന്നറിഞ്ഞാൽ ദഅലഹു, അവന് വേണ്ടി പ്രാർത്ഥിക്കും.
വൈൻ കാന ഷാഹിദൻ, അവൻ തിരിച്ചു വന്നു എന്നറിഞ്ഞാൽ സാറഹു, അവനെ സന്ദർശിക്കൂ. വൈൻ കാന മരീലൻ, അവൻ രോഗിയായാൽ ആദഹു, അവനെ സന്ദർശിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ ഉറ്റ സുഹൃത്ത് ബന്ധം ഇങ്ങനെ ആയിരിക്കണം. അല്ല ഉറ്റ സുഹൃത്തിനെ കാണാതെ ആകുമ്പോൾ ഓൻ വല്ല മരിച്ചേ വല്ല അറ്റാക്കാകുകയോ ചെയ്ത് ഏതെങ്കിലും ആശുപത്രിയിൽ ഉണ്ടാവും, അങ്ങനെയല്ല, അന്വേഷിക്കുക. ഇനിയിപ്പോൾ നമ്മൾ അവൻ ഗൾഫ് പോയി എന്നിട്ട് അറിഞ്ഞാലോ, പറയാതെ പോയിട്ടെങ്കിൽ പോട്ടെ, അല്ല പ്രാർത്ഥിക്കുക, പടച്ചോനെ അവന് ജോലിയൊക്കെ ശരിയായിക്കോട്ടെ. വന്നാലോ ഓൻ പോകുമ്പറ്റ പറഞ്ഞണം, എന്നാൽ പിന്നെ വരുമ്പോൾ എന്താ ഒരു താലോലിക്കൽ, അങ്ങനെയല്ല, അവിടെ ചെന്ന് കാണും. ചിലരൊക്കെ യാത്രയൊക്കെ കഴിഞ്ഞ് എന്നാൽ വേഗം പോയി കാണില്ലേ അല്ലേ? ഹജ്ജിനൊക്കെ പോയി വന്ന് ഉംറയൊക്കെ കഴിഞ്ഞ് എന്നാൽ ചിലർ വീട്ടിൽ വന്ന് നമ്മളെ കാണാൻ നോക്കുമ്പോൾ അത് ശരി ഓ ഹജ്ജൊന്നും ചെയ്യാതെ ഇഞ്ച ഹജ്ജെന്ന് പൗതി കൂലി അങ്ങാൻ നടക്കുകയല്ലേ എന്ന് പറഞ്ഞ് ചിലർ വല്ല മുഖം കൊടുക്കലുമില്ല. അത് വിചാരിച്ചിട്ടല്ല, അത് സൗഹൃദത്തിൽ ഒരു 40 ദിവസത്തെ അകലം വന്നപ്പോൾ ആദ്യമായി വന്ന് കാണുക എന്നത് ഒരു സുഹൃത്ത് ബന്ധത്തിലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്താണ്. ആരാധന പോലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ കൃത്യമായി, നല്ല ഗുരു അത് വട്ടം കറക്കുകയില്ല. കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എന്തെങ്കിലും കാര്യത്തെക്കുറിച്ച് ആരെങ്കിലും ചോദിച്ചാൽ പ്രവാചകൻ 3 പ്രാവശ്യം അത് ആവർത്തിച്ചു പറഞ്ഞു കൊടുക്കുമായിരുന്നു. 3 പ്രാവശ്യം. അധ്യാപകരുണ്ടാവും ഈ സദസ്സിൽ, മദ്രസ ഉസ്താദുമാരുണ്ട് സദസ്സിൽ, ഉപ്പയുണ്ട് ഉമ്മയുണ്ട്. ചോദിച്ചാൽ 3 പ്രാവശ്യം ആവർത്തിച്ചു പറഞ്ഞു കൊടുക്കുമായിരുന്നു. തെറ്റ് കണ്ടാൽ അത് പറഞ്ഞു കൊടുക്കും, മനസ്സിലാക്കി ബോധ്യപ്പെടുത്തും. ഒരു സന്ദർഭം കൂടി ഞാൻ പറയുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പള്ളിയിലിരിക്കുമ്പോൾ ഒരാൾ പള്ളിയിൽ കയറി മൂത്രമൊഴിക്കാനൊരുങ്ങിയപ്പോൾ ബാക്കിയുള്ളവർ അദ്ദേഹത്തെ ആട്ടാനൊരുങ്ങി. റസൂലുള്ള പറഞ്ഞു ഓനോ ആട്ടരുത്, ആട്ടിയാൽ ഓൻ നടന്നുകൊണ്ട് പാഞ്ഞുകൊണ്ട് മൂത്രമൊഴിക്കും, പിന്നെ പള്ളി മൊത്തം കഴുകേണ്ടി വരും. അതുകൊണ്ട് ഇപ്പോൾ ഒരു സ്ഥലമല്ലേ ഉള്ളൂ, അവിടെ നിൽക്കട്ടെ. മൂത്രമൊഴിച്ച് കഴിഞ്ഞാൽ നമ്മളെ നാട്ടുകാരൊക്കെ ആണെങ്കിൽ എന്താ പറയുക, ഇത് മാപ്പിളാര പള്ളിയാണ്, വിവരറിയ എനിക്ക് എന്നൊക്കെയല്ലേ. നബി പറഞ്ഞ കേട്ടോളൂ, മൂത്രമൊക്കെ ഒഴിച്ച് കഴിഞ്ഞു. അവനോട് ചോദിച്ചു കഴിഞ്ഞാ നന്ദി ഇവിടെ വാ. എന്നിട്ട് വിളിച്ചിട്ട് പറഞ്ഞു, പിന്നെ വൈനാവൽ മസ്ജിദ്, ഇത് പള്ളിയാണെന്ന് എനിക്കറിയാലോ അല്ലേ. ലാ തസ്ലുഹു ലിശൈഇൻ മിനൽ ഖദരി വൽ ബൗലി വൽ ഖലാഇ, ഇവിടെ കാഷ്ടിക്കാൻ പാടില്ല, ഇവിടെ മൂത്രിക്കാൻ പാടില്ല, ഇവിടെ മാലിന്യങ്ങളൊന്നും ഇടാൻ പാടില്ല. ഖുർആൻ, ഇത് ഖുർആൻ ഓതാനുള്ളതാണ്. വദിക്റില്ലാഹി തആല, അല്ലാഹനെ കുറിച്ച് ഓർക്കാനുള്ളതാണ്. വസ്വലാത്തി, നിസ്കരിക്കാനുള്ളതാണ്. സുമ്മ ദഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിദൽവി മിനൽ മാഇ ഫശന്നഹു അലൈഹി, പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു, ഈ ഇവിടെ മൂത്രമൊഴിച്ചില്ലേ, എന്നാ പോയി ഒരു ബക്കറ്റ് വെള്ളം കൊണ്ടുവരും എന്ന് പറഞ്ഞ് അവനെ കൊണ്ടൊന്നും ചെയ്യിച്ചില്ല. ഒരു ബക്കറ്റ് വെള്ളം കൊണ്ടുവന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ തെളിച്ച് അത് വൃത്തിയാക്കുകയും ചെയ്തു. പ്രവാചകൻ തമാശ പറഞ്ഞിരുന്നു. പ്രവാചകൻ തമാശ പറഞ്ഞത്, പ്രവാചകൻ്റെ അടുക്കൽ വന്ന് ഒരാൾ ചോദിച്ചു, റസൂല എനിക്കെൻ്റെ പുരയ്ക്ക് പോകാൻ കുറേ ദൂരം, നിങ്ങൾ പോകാൻ പറ്റുന്ന ഒരു ഒട്ടകം തരുമോ? പ്രവാചകൻ പറഞ്ഞു, ഒട്ടകവും തരില്ല, ഒട്ടക കുട്ടിനെ വേണമെങ്കിൽ തരാം. ഇയാൾ പറഞ്ഞു, നബിയെ ഇത്രയും വലിയ മനുഷ്യനായ ഞാൻ ഈ ഒട്ടക കുട്ടിനെയും കൊണ്ടെന്താ കാട്ടുക? പ്രവാചകൻ പറഞ്ഞു, ഈ വിചാരിച്ചേ കാട്ടിക്കോ എന്ന് പറഞ്ഞ് ഒട്ടകത്തെ കൊടുത്തു. ഒട്ടകം വലിയ ഒട്ടകമാണ്. അവൻ നബിനോട് ചോദിച്ചു, നിങ്ങളല്ലേ ഒട്ടകം? ഇത് ഒട്ടകുട്ടിയല്ലേ, ഇത് വേറൊരു ഉമ്മ പെറ്റതാ, അതുകൊണ്ട് ഞാൻ പറഞ്ഞാൽ അത് ഒട്ടകത്തിൻ്റെ കുട്ടിയാണ്. അപ്പോൾ പ്രവാചകൻ ഹൃദ്യമായ തമാശകൾ പറയുമായിരുന്നു. സഹോദരിയോട് പറഞ്ഞില്ലേ, ഒരു ഉമ്മയോട് പറഞ്ഞില്ലേ, വയസ്സായ ഉമ്മാനോട്, ഉമ്മ നിങ്ങൾ എനിക്ക് വേണ്ടി സ്വർഗത്ത് കിടക്കാൻ ദ്വാർക്കണം. അവൻ നബി പറഞ്ഞില്ലേ, വല്യമാരൊന്നും സ്വർഗത്ത് കിടക്കൂല. ഉമ്മ കരയാൻ തുടങ്ങിയില്ലേ, അപ്പോൾ പറഞ്ഞില്ലേ, നിങ്ങൾ ബേജാറായില്ലേ, ഞാൻ അതിനും വേണ്ടിയൊന്നും പറഞ്ഞല്ല, സ്വർഗത്തിൽ എല്ലാവരും യുവതികളായിട്ടാണ് ഉണ്ടാകുക, നിങ്ങൾ അതിനെന്തിനാ ബേജാറാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ച നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രവാചകൻ്റെ കൽബുറങ്ങുമായിരുന്നില്ല. പ്രവാചകൻ്റെ കണ്ണായിരുന്നു പലപ്പോഴും ഉറങ്ങിയിരുന്നത്. പ്രവാചകൻ കിടക്കുമ്പോൾ പ്രവാചകൻ വലതുവശത്തേക്ക് ചെരിഞ്ഞു കിടന്ന് പ്രവാചകൻ്റെ കൈത്തണ്ട വലത് കവിളിലേക്ക് ചേർത്ത് വെച്ചിട്ട് പ്രവാചകൻ കിടന്നുറങ്ങുമായിരുന്നു. അതായിരുന്നു പ്രവാചകൻ്റെ ജീവിതത്തിലെ ആ ഉറക്കത്തിൻ്റെ കാര്യത്തെക്കുറിച്ചുള്ളത്. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സന്ദർഭം കൂടി ഞാൻ പറയുകയാണ്. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു, അത് കേട്ട് നമ്മൾ അവസാനിപ്പിക്കാം കേട്ടോ. ഒരു 2 മിനിറ്റ് നീട്ടട്ടെ. ഈ സ്കൂളിലൊക്കെ ഈ ക്ലാസ് എടുക്കുമ്പോഴേ കുട്ടികൾ ചിലർ മാശഞ്ഞ് നിർത്തിയാളി. അപ്പോൾ പിന്നെ നമ്മളിഞ്ഞ് എന്ത് പേടിച്ചിട്ടും കാര്യമില്ല, അവിടെ നിർത്തലാണ്. കാരണം ഒരു മനസ്സില്ല, ഞാൻ അത് നടക്കൂല. ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി പറഞ്ഞ പോലെ കൽബിൽ നിന്നുള്ള വാക്കാണ് കൽബിലേക്ക് എത്തുക, നാവിൽ നിന്നുള്ള വാക്ക് ചെവിയിലേക്ക് എത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങളെ കൽബിക്കൊന്ന് ചോദിക്കുകയാണ് ഞാൻ. അതായത് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു നബിൻ്റെ വീട്ടിലെത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പായയിൽ കിടന്നു. കഥ കേട്ടിട്ടുണ്ട്, ഒരു പൂർണ്ണതയ്ക്ക് വേണ്ടി പറയാണ്. പായയിൽ കിടക്കുകയാണ്. പായയിൽ നിന്ന് പ്രവാചകൻ എഴുന്നേറ്റപ്പോൾ പായച്ചീളുകളുടെ അടയാളം പ്രവാചകൻ്റെ ശരീരത്തിൽ പതിഞ്ഞു. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു കരയാൻ തുടങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എന്തിനാണ് ഉമറെ കരയുന്നത്? ദക്കർതു കിസ്റ വ കൈസറ,
റസൂലേ, ഞാൻ കിസ്റ കൈസർ ചക്രവർത്തിമാരുടെ ആ സുഖാസ്വാദനത്തെക്കുറിച്ച് ഓർത്തുപോയതാണ് റസൂലേ. വാൻത റസൂലു റബ്ബുൽ ആലമീൻ, പ്രവാചകരെ, നിങ്ങൾ ലോകരക്ഷിതാവായ അള്ളാഹിൻ്റെ ദൂതനല്ലേ നിങ്ങൾ? ആ കിസ്റ കൈസർ ചക്രവർത്തിമാരുടെ ആ ഇത് ഞാൻ ഓർത്തുപോയപ്പോൾ കരഞ്ഞതാ റസൂൽ. നിങ്ങളെന്താ ഇങ്ങനെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉലായിക ഖൗമുൻ, ഓലൊരു ജനതയാണ്, അജ്ലത്തുലഹും ത്വയ്യിബാത്തുഹും ഫി ഹയാത്തിഹി ദുനിയ, അവർക്ക് ഈ ലോകത്തുനിന്ന് മരിച്ചോണിൻ്റെ മുമ്പ് തന്നെ ഓൽക്ക് വിചാരിച്ച എല്ലാ ഹൈറും പൂർത്തിയാക്കി കൊടുക്കേണ്ട ഒരു തലമുറയാണ് ഓല്. ഓലവ് പൂർത്തിയായില്ലെങ്കിൽ ഓലോ അള്ളഹാനോട് ചോദിക്കൂല അവിടെ ചെന്നിട്ട്, പഠിച്ചോനെ ഞങ്ങൾക്ക് ആകെ ദുനിയാവേ ഉള്ളൂ, പരലോകം ഏതായാലും ഇത് തരാനുള്ള അവിടുന്ന് തന്നെ തന്നുകൂടായിരുന്നു. അതുകൊണ്ട് അവർക്ക് ധൃതിപ്പെട്ടുകൊണ്ട് മരിക്കണതിൻ്റെ മുമ്പ് എല്ലാ സുഖവും കിട്ടേണ്ട ആൾക്കാരാണ് അവർ. അപ്പം നബി എന്നിട്ട് നമ്മളോട് പറയാം, വ നഹ്നു ഖൗമുൻ, നമ്മൾ വേറൊരു ജനതയാണ്, ഉഖ്റത്ത് ലനാ ത്വയ്യിബാതുനാ ഫിൽ ആഖിറ, നമുക്കുള്ള എല്ലാ നന്മകളും അള്ളാഹു പരലോകത്തേക്ക് താമസിപ്പിച്ച ഒരു സമുദായമാണ് നമ്മൾ. അതുകൊണ്ട് നമ്മൾ പ്രത്യക്ഷത്തിൽ ഒരു സുഖാസ്വാദനത്തിൻ്റെ ഒക്കെ കുറവാണെങ്കിൽ നമുക്ക് അവിടെ കിട്ടുക എന്നുള്ളതാണ്. അതുകൊണ്ട് കിട്ടും എന്നൊരു ധന്യമായ ഒരു സന്ദർഭത്തെ അവിടെ ഓർമ്മപ്പെടുത്തുന്നു. ഒരു വാക്ക് കൂടി പ്രവാചകൻ പഠിപ്പിച്ചു, ഉഹുദ് മലയുടെ അത്രത്തോളം ഒരു സമ്പന്നന് സ്വർണം കൊടുത്താൽ അയാളുടെ മനസ്സിലുണ്ടാകുന്ന മനസ്സമാധാനം ഒരു വിശ്വാസിക്ക് 3 ദിവസം കടമില്ലാതെ ഉറങ്ങിയാൽ കിട്ടും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു. ഉഹുദ് മലയോളം ഉള്ള അത്ര സ്വർണം ഒരു മനുഷ്യന് കൊടുത്താൽ അയാളുടെ മനസ്സിലുണ്ടാകുന്ന സ്വസ്ഥത 3 ദിവസം കടമില്ലാതെ കടന്നുറങ്ങിയാൽ ഒരു മുഅ്മിന് കിട്ടും എന്ന്. അതാണ് സ്വസ്ഥതയുടെയും സമാധാനത്തിൻ്റെയും നിമിഷങ്ങൾ. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. 1.25 മണിക്കൂറേ ആയിട്ടുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളെ ബുദ്ധിമുട്ടിച്ചോന്നറിയില്ല. ഏതായാലും ക്ലാസ് നീണ്ടുപോയി എന്ന് അടുത്ത ആഴ്ച വരാതിരിക്കരുത്. അടുത്ത ആഴ്ച വേറെ പണ്ഡിതന്മാരുടെ ക്ലാസ്സാണ് ഉണ്ടായിരിക്കുക. അള്ളാഹു നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അസുഖം ബാധിച്ചവരുടെ അസുഖം അള്ളാഹു ഭേദമാക്കി കൊടുക്കുമാറാകട്ടെ. മരണപ്പെട്ടവർക്ക് അള്ളാഹു സ്വർഗം പ്രദാനം ചെയ്യുമാറാകട്ടെ. ഈ ഇസ്ലാമികമായ പ്രബോധന പ്രവർത്തനത്തിൽ നേതൃത്വം കൊടുക്കുന്ന എല്ലാ ഗുരുനാഥന്മാർക്കും പണ്ഡിതർക്കും നേതാക്കന്മാർക്കും അള്ളാഹു ദീർഘായുസ്സും ആരോഗ്യവും പ്രദാനം ചെയ്യുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.